ഇബ്രാഹിം നബിയുടേത് അങ്ങനെയല്ല. വേണമെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗം മെല്ലെ തീയിലേക്ക് വെച്ച് നോക്കൂ, കത്തുമോ ഇല്ലേ? കത്തും. ഇബ്രാഹിം നബിയുടേത് കത്തിയില്ല. അത് എന്താണ് കത്താത്തത്? ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീക്ക് അള്ളാഹുവിന്റെ ആജ്ഞ വരികയാണ്, ഓർഡർ വരികയാണ്. ഒരിക്കലും ഇബ്രാഹിമിനെ ഒന്നും ചെയ്യരുത്. തണുപ്പായി മാറണം, ശാന്തിയായി മാറണം. ആ ന്യൂട്രോണിന്റെ കണിക ഇബ്രാഹിമിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നില്ല. ഓക്സിജൻ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നു, തീ ഇങ്ങനെ പുറത്ത് കത്തുന്നു. ഇബ്രാഹിം തീയിന്റെ നടുവിലാണ്, തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ശത്രുക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇബ്രാഹിമിന്റെ കരിഞ്ഞ ശരീരമെടുത്ത് അത് ജനങ്ങൾക്കിടയിൽ പ്രദർശിപ്പിക്കാൻ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. ഒരു ദിവസം എത്ര സമയമാണ്, എത്ര തവണയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരിങ്ങനെ ആവർത്തിക്കുന്നത്? കാരണം ആ ഇബ്രാഹിം നബിയെ മറക്കാൻ പറ്റാത്ത നേതാവാണ്. ആ ഇബ്രാഹിം നബിന്റെ ദുആ കൊണ്ടല്ലേ നമ്മളെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ശരീഫിന്റെ ആ ചാരത്ത് നിന്നുകൊണ്ട് ദുആ ചെയ്തല്ലോ, റബ്ബി ഇന്നി അസ്കന്തു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈറ ദീ ദർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. റബ്ബേ, ഞാൻ എൻ്റെ ഭാര്യയെയും എൻ്റെ കുട്ടിയെയും താമസിപ്പിച്ചത് നിന്റെ ഭവനത്തിന്റെ സമീപത്താണ്. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ പള്ളിയിൽ പോകാൻ സൗകര്യമുള്ള സ്ഥലത്താണ് വീടുണ്ടാക്കേണ്ടത്. പള്ളിയിൽ നിന്ന് വളരെ ദൂരെ വീടുണ്ടാക്കിയാൽ പള്ളിയുമായി നമ്മളെ മക്കളുടെ ബന്ധം കുറഞ്ഞു പോകും. എപ്പോഴും പള്ളിയുമായി ബന്ധമുണ്ടാവണം. സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് പുരുഷന്മാര് പോകണം. സ്ത്രീകളോ അവർ പുരുഷന്മാരെ പള്ളിയിലേക്ക് പറഞ്ഞേക്കാൻ അവർ തയ്യാറായാൽ പള്ളിയിൽ പോയി നിസ്കരിച്ച കൂലി പെണ്ണിന് ലഭിക്കാൻ അത് മതിയാകുന്നതാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയെയും കുട്ടിയെയും കഅബ ശരീഫിന്റെ ചാരത്ത് സമീപിച്ചു, അവിടെ താമസിപ്പിച്ചു. ഞാൻ ആ കഥ നീട്ടിപ്പറയുകയല്ല. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വേറൊരു ദുആയുണ്ട്, പടച്ചവനെ എന്റെ സന്താന പരമ്പരയിൽ ജസീറത്തുൽ അറബിൽ ഒരു പ്രവാചകനെ നീ ഉദിപ്പിക്കണമേ ദുആ ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ അല്ലാഹ് സ്വീകരിച്ചു. അമ്പിയാക്കളെ ദുആ അല്ലാഹ് സ്വീകരിക്കും. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും. ഈ പരിപാടി ശ്രദ്ധിക്കാൻ വേണ്ടി വന്ന ഉമ്മമാരോടും പ്രിയപ്പെട്ട സഹോദരന്മാരോടും പറയുന്നു, നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങളെ മക്കൾക്ക് വേണ്ടി ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യണം. അല്ലാഹു ഈ മജ്ലിസിന്റെ ഹഖ് കൊണ്ട്, ഈ റമളാന്റെ പൊരുത്തം കൊണ്ട് നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അവര് നാട്ടിലായാലും അവര് ഗൾഫിലായാലും അവരെവിടെയായാലും അല്ലാഹു അവർക്കെല്ലാ പൊരുത്തവും പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കളുടെ ദുആ സ്വീകരിക്കും കുട്ടികൾക്ക് വേണ്ടി, ഇമാമിന്റെ ദുആ സ്വീകരിക്കും ജനങ്ങൾക്ക് വേണ്ടി, പ്രവാചകന്മാരെ ദുആ സ്വീകരിക്കും. ആ ദുആ ഇബ്രാഹിം നബി ദുആ ചെയ്തു. സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടു. അറേബ്യയിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി മുഹമ്മദ് നബി ജനിക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് വിവേകമെത്തിയപ്പോൾ ആ നബിന്റെ വാക്ക് കണ്ടോ, എത്ര പൊരുത്തമുള്ള നബിയാണ്. സുബ്ഹാനല്ലാഹ്, നന്ദിയുള്ള നേതാവ് തന്നെ. ആ നബിയുടെ സംസാരം, സ്റ്റേറ്റ്മെന്റ്, അന ദഅവത്തു ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബിയുടെ ദുആ കൊണ്ടുണ്ടായ ആളാണ്. ഇതൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ഇതിൽ. നമുക്കെന്തെങ്കിലും ഒരു ഗുണം, ഒരു ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിച്ചു, പിന്നെ ഒരു ഡോക്ടറെ അടുത്തും പോയി ആ കാര്യം നടന്നാൽ നമ്മൾ പറയാ ഡോക്ടറെ കൊണ്ട് കിട്ടിയെന്നാണ്. ഒരു മക്കളില്ലാത്ത ഒരാൾ ഉസ്താദിൻ്റെ അടുത്ത് പോയി ദ്വാ ചെയ്യിപ്പിച്ചു, യത്തീങ്ങാനെ പോയി ദ്വാ ചെയ്യിപ്പിച്ചു. അവിടുന്ന് കുറേ ദ്വാരുന്നു, ആമീൻ പറഞ്ഞു. അങ്ങനെ വന്ന് പിന്നെ അത് വരുന്ന സമയത്ത് ഒരു ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഡോക്ടറെ അടുത്ത് പോയി, ആ ഡോക്ടറോടൊരു മരുന്ന് വാങ്ങി അത് കഴിച്ചു. പിന്നെ 6 മാസം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടാകുന്ന ലക്ഷണം ഭാര്യയിൽ പ്രകടമായി.
പിന്നെ നമ്മെ വഴിയിൽ വെച്ച് ഒരാള് കാണുകയാണ്, അല്ല എന്തൊക്കെ വിശേഷം, കുഞ്ഞനായോ? ആ ഇപ്പൊ 6 മാസമായി. എങ്ങനെ, എന്താ ഹാല്, എങ്ങനെ, ഇപ്പൊ എവിടെ പോയി? ഞാൻ ആ ഡോക്ടറെ കാണിച്ചു. ഏത് ഡോക്ടർ? കാര്യപ്പെട്ട ഡോക്ടറാണ്. പിന്നെ ആ ഡോക്ടർ മധുഹുകളാണ് നമ്മളെ വായിന്ന് വരിക. അതിനു മുൻപ് നമ്മൾ പറയേണ്ട ഒരു വാക്ക് നമ്മൾ മറന്നുപോയി. നമ്മളൊക്കെ കുഞ്ഞനുണ്ടായത് ഡോക്ടറെ കൊണ്ടല്ല. ഡോക്ടറും ഒരു കാരണമാകാം, പ്രധാനമായ കാരണം ഡോക്ടർ അല്ല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ആയുധം പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി ദുആർന്നിട്ടാണ് ഞാൻ ഉണ്ടായത്. മുഹമ്മദ് നബിക്ക് വേണോ പറയാമായിരുന്നു. അബ്ദുള്ള എന്നവരുടെയും എൻ്റെ ഉമ്മ ആമിനയുടെയും പ്രത്യേക ഉത്സാഹം കൊണ്ടാണ് ഞാൻ ഉണ്ടായതെന്ന് പറയാ. അവരുത്സാഹിക്കാതെ ഉണ്ടാവില്ലല്ലോ, ഉറപ്പല്ലേ? അതല്ലേ പ്രത്യക്ഷത്തിലുള്ള ഉത്സാഹം, അതുണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അതാണല്ലേ നാച്ചുറലായിട്ട് ആർക്കും സമ്മതിക്കാൻ കഴിയുന്ന ഘടകം. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ്, നിങ്ങൾ ഓർക്കണം, റബ്ബിനെ മറന്നു പോകാത്ത നബിയാണ്. ഉമ്മമാരെ, റബ്ബിനെ മറക്കരുത്. നമ്മളെ സംസാരത്തിൽ അള്ളാഹിനെ മറന്നു പോകരുത്, സ്വാലിഹീങ്ങളെ മറന്നു പോകരുത്, ഔലിയാക്കളെ മറന്നു പോകരുത്, അമ്പിയാക്കളെ മറക്കരുത്. ആ മഹാന്മാരെ ദുആയാണ് നമ്മളെല്ലാ വിജയത്തിന്റെയും കാരണം. അന ദഅവത്തു ഇബ്രാഹിം വബിശാറത്തു ഈസാ, ഇബ്രാഹിം നബിന്റെ ദുആയുമാണ് വബിശാറത്തു ഈസാ. എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പലസ്തീനിലെ ജെറൂസലത്തിൽ ജനിച്ച, ബത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ പിറന്ന ഉണ്ണിയേശു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന, ഈസബിനു മറിയമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച എന്റെ ജ്യേഷ്ഠ സഹോദരനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുവിശേഷമാണു ഞാൻ. കണ്ടോ, വേറെ മതക്കാരോടൊന്നും ഒരു ദേഷ്യവുമില്ല, ക്രിസ്ത്യാനികളോട് മുസ്ലിമീങ്ങൾക്ക് ഒരു വെറുപ്പുമില്ല. ഇസ്ലാമിന്റെ പ്രചാരണത്തിന് ആരെങ്കിലും തടസ്സമിട്ടാൽ ഞങ്ങള് ഇസ്ലാം എന്താണെന്ന് പറയാൻ വേണ്ടി സ്റ്റേജ് ഉണ്ടാക്കും, പ്രസംഗിക്കും. എന്നാലും മടിയോ പിടിയോ ഉണ്ടാക്കാൻ ഞങ്ങളില്ല. ഞങ്ങളുടെ ആദർശം പ്രചരിപ്പിക്കുകയാണ്. ഒരാളെയും ശല്യപ്പെടുത്തുന്നവരല്ല മുസ്ലിമീങ്ങൾ. ഈസ നബിയോട് ഒരു ബഹുമാനക്കുറവും മുസ്ലിമീങ്ങൾക്കില്ല. വബിശാറത്തു ഈസാ, വിസ്മയങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിസ്മയപൂർണമായ ആ ചരിത്രം പരിശുദ്ധ ഖുർആൻ ഒന്നിലധികം തവണ ആവർത്തിച്ചിട്ടുണ്ട്. എങ്കിൽ ഖുർആനിൽ അത്ഭുതങ്ങളില്ല എന്നും ഖുർആനിൽ മുഅ്ജിസത്ത് ഇല്ല എന്നും, മുഅ്ജിസത്ത് എന്ന പദമില്ല, പക്ഷേ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആന്റെ പിന്നാലെ മുസ്ലിമീങ്ങൾ കൂടുതൽ താല്പര്യത്തോടെ അണിനിരക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ട് അത്ഭുതങ്ങളെ എടുത്ത് വല്ലാതെ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഖുർആൻ നിറയെ അതാ. എത്രയോ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞില്ലേ? സാധാരണ സംഭവമാണോ അത്? മത്സ്യത്തിന്റെ വയറ്റിൽ ജീവനോടെ ഒരു മനുഷ്യൻ കഴിയുക. എങ്ങനെയാണ് കഴിയുക? ഒരിക്കലും അത് സാധാരണഗതിയിൽ കഴിയുന്നതല്ല. പക്ഷേ 40 ദിവസം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കഴിയുന്നു. ആ കഴിഞ്ഞ സമയത്ത് ആ വയറ്റിൽ വെച്ച് യൂനുസ് നബി ദുആ നടത്തുകയാണ്, ദിക്ർ നടത്തുകയാണ്, ദിക്ർ ചൊല്ലുകയാണ്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ ഇദ് അബഖ ഇലൽ ഫുൽക്കിൽ മശ്ഹൂൻ ഫസാഹമ ഫകാന മിനൽ മുദ്ഹളീൻ ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം ഫനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം. ഒരു നാട്ടിൽ മതപ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് ആ നാട്ടിൽ താല്പര്യം കുറഞ്ഞപ്പോൾ പോകാൻ, ആ നാട് വിട്ടു പോകാൻ ഒരാശ. അള്ളാഹു പറഞ്ഞു, ഏറ്റവും നല്ലത് പോകാതിരിക്കലാണ്. പോയാലോ? പോയാൽ നല്ലത്, പോകാതിരുന്നാൽ ഏറ്റവും നല്ലത്. പോകാതിരുന്നാൽ ഏറ്റവും നല്ലത്, പോയാൽ നല്ലത്. പോകാതിരിക്കലാണ് ഏറ്റവും നല്ലത്. യൂനുസ് നബി അലൈഹിസ്സലാം അതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ ഒരു ഭാഗത്ത് മാറ്റിവെച്ച് കേവലം നല്ലതിനെ സ്വീകരിച്ചു. അമ്പിയാക്കന്മാരാണ്, വലിയ മഹാന്മാരല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ മഹാന്മാരാണ്, അള്ളാഹ് തെരഞ്ഞെടുത്തതാണ്. നമ്മൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന ജനനേതാക്കന്മാർക്ക് 5 കൊല്ലത്തെ ആയുസ്സേ ഉള്ളൂ. MLA ആയാലും MP ആയാലും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മൾ തെരഞ്ഞെടുത്തിട്ടാണ് അയാൾ നേതാവാകുന്നത്. ആ 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ആ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കാണാം ഒരു സാധു, എവിടെയാ പരിചയമുണ്ടല്ലോ, ആ
കഴിഞ്ഞ കൊല്ലം ആ സ്റ്റേജ് മേല് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓ, അത് നിങ്ങൾ തന്നെയല്ലേ, നിങ്ങളെ ചേട്ടനോ? ഞാൻ തന്നെയാണ്, ഒറിജിനൽ തന്നെയാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെ എന്ന് നടക്കുന്നു? ഇപ്പൊ പിന്നെ ഈ പ്രാവശ്യം മത്സരിച്ച് ധൈര്യപൂർവ്വം തോറ്റതാണ്. അല്ലാഹ്, ഞാൻ ആരെയും പരിഹസിക്കാൻ വേണ്ടി പറയല്ല. ഇതൊന്നും നാളെയും മത്സരിക്കുന്ന ആർക്കും വരാനുള്ളതാണ്. സപ്പോസ് ഞാനാണ് മത്സരിക്കുന്നെങ്കിൽ എനിക്കും വരും ആ അവസ്ഥ. പക്ഷേ അമ്പിയാക്കൾ അങ്ങനെയല്ല, അവരെ അല്ലാഹ് തെരഞ്ഞെടുത്തതാണ്. യഖ്താറു മൻ യശാഉ വയസ്തഫീഹി, അല്ലാഹ് തെരഞ്ഞെടുത്തതാണ്. അവര് വലിയ മഹാന്മാരാണ്. ആ സ്ഥാനം ചോദിച്ചാൽ കിട്ടുന്നതല്ല. തബാറകല്ലാഹു മാ വഹയും ബിമുക്തസബി വലാ നബിയുൻ അലാ ഗൈബിൻ ബിമുത്തഹമി. കിട്ടൂല. പരീക്ഷ എഴുതിയിട്ട് പാസ്സാകൂല, നബിയാവൂല. പരീക്ഷ എഴുതിയിട്ടൊന്നും ഒരാൾ നബിയാവൂല. നബി ആയതിനു ശേഷവും മുമ്പും അല്ലാഹ് പരീക്ഷണങ്ങൾ നൽകും, അത് വേറെ കഥ. അങ്ങനെയുള്ള യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കേവലം നല്ലതിനെ തെരഞ്ഞെടുത്തു, ഏറ്റവും നല്ലതിനെ വിട്ട് കടൽക്കരയിൽ ചെന്നു നിൽക്കുമ്പോൾ ഒരു കപ്പൽ വരുന്നു. ആ കപ്പലിൽ കയറുന്നു. ആ കപ്പൽ മെല്ലെ മെല്ലെ അതാ മുന്നോട്ട് പോകുന്നു. 100 ആളുകൾക്ക് കയറാൻ സൗകര്യമുള്ള കപ്പലിൽ 101 ആൾ കയറിയാൽ, 8 ആൾ കയറേണ്ട ലിഫ്റ്റിൽ 9 ആൾ കയറിയാൽ ലിഫ്റ്റിന്റെ ഉള്ളിൽ നിന്നൊരു വിസിൽ ഇങ്ങനെ വരും. വിസിൽ വന്നാൽ ഒരു സമാധാനമില്ല, ഒരാൾ ഇറങ്ങുകയല്ലാതെ. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ഈ ലിഫ്റ്റ് വിസിലൊന്നും ഉണ്ടാവില്ല, അതിങ്ങനെ നിൽക്കുക ചെയ്യുക. ഒരു ഹർഫും ഇല്ലാതെ നിൽക്കും. നമ്മൾ ലിഫ്റ്റിനോട് ചോദിക്കും എന്താണ് ഒരു പിണക്കം? ലിഫ്റ്റ് പറയും ഒന്നുമില്ല. നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ മൗനമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് മനസ്സിലായി ഇത് വിശേഷം അറിയാനൊന്നുമല്ല, ലോഡ് ഓവറാണ്. മെല്ലെ ഒരാളോട് നമ്മൾ പറഞ്ഞു, ഓ സഹോദര നിങ്ങളൊന്ന് ഇറങ്ങുമോ? അയാൾ നമ്മളോട്, അതെന്താ ഞാൻ ഇറങ്ങണം, നിങ്ങൾക്ക് ഇറങ്ങിക്കൂടെ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരും ഇറങ്ങിയില്ല. അരമണിക്കൂർ ആ ലിഫ്റ്റ് ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. എത്ര ആളെ സമയം പോയി? 6 ആൾക്ക് അരമണിക്കൂർ വീതം പോയാൽ 3 മണിക്കൂർ പോയി. 3 മണിക്കൂർ 100 ആളുകളുള്ള ഒരു കപ്പലിലാണെങ്കിലോ 50 മണിക്കൂർ അങ്ങോട്ട് പോകും. ആ 50 മണിക്കൂർ കടലിൽ നഷ്ടപ്പെട്ടാൽ അതിന്റെ നഷ്ടം എത്രയാണ്? വലിയ നഷ്ടമല്ലേ? അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് വലിയ ത്യാഗമുള്ള മഹാന്മാരാണ്, ഒരാളെയും വിഷമിപ്പിക്കാത്തവരാണ്. ആ കപ്പലതാ നിൽക്കുന്നു, കടലിൽ നിന്നുപോയി, അനങ്ങുന്നില്ല. കപ്പിത്താൻ പറയുന്നു, ദയവായി അല്പം ഭാരം കുറക്കണം, ഏതെങ്കിലും ഒരാൾ ഈ കപ്പലിൽ നിന്ന് ഇറങ്ങണം. സുബ്ഹാനല്ലാഹ്, കപ്പലിൽ നിന്ന് എങ്ങോട്ടാണ് ഇറങ്ങുക? കടലിലേക്കല്ലേ ഇറങ്ങാനുള്ളത്. ആ ഇറങ്ങുന്ന മനുഷ്യന്റെ മരണമല്ലേ പിന്നെ നടക്കുക? ആരിറങ്ങും? ആരും ഇറങ്ങുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. പക്ഷെ ഒരു സമാധാനം, കപ്പിത്താൻ ഏതായാലും ഇറങ്ങേണ്ടി വരൂല. അയാൾ ഓടിക്കുന്ന ആളായതുകൊണ്ട് അയാൾ വീണ്ടും പറയുകയാണ്, ദയവായി എക്സ്ക്യൂസ് മീ, ഒരാൾ ഇറങ്ങുമോ? എല്ലാവരും ഇങ്ങനെ നോക്കുക, ഇറങ്ങേ. മനഃപൂർവ്വം ഞങ്ങൾ മരിക്കാനാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത്. ടിക്കറ്റ് എടുത്ത് കയറിയ വണ്ടിയിൽ ഇറങ്ങാൻ പറയുക. കടലിൽ KSRTC കയറിയിട്ട് കയറ്റം വലിയാതിരിക്കുമ്പോൾ റോഡുമല ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? രാത്രിയൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഡ്രൈവറോട് നമ്മൾ പറയും, ഒന്ന് പോ. ഓ, നമ്മൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള ആളായതുകൊണ്ടായിരിക്കില്ല ഇറങ്ങാൻ പറയുന്നത്. ഞങ്ങളും ആൺകുട്ടികളാണ്. എന്റെ ആ പ്രത്യേക ശൈലിയിലുള്ള നോട്ടം കൊണ്ടൊന്നും നമ്മൾ ഇറങ്ങൂല എന്നല്ലേ നമ്മുടെ പ്രതികരണം. ഈ കപ്പിത്താൻ പറഞ്ഞിട്ട് ആരും ഇറങ്ങുന്നില്ല. അവസാനം ഒരാളതാ മുന്നോട്ട് വരുന്നു. ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഇറങ്ങാം. അയാളെ മുഖത്തേക്ക് കപ്പിത്താൻ ഇങ്ങനെ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, പ്രവാചകത്വത്തിന്റെ പ്രകാശമുള്ള മുഖമാണ്, ഗാംഭീര്യമുള്ള മുഖമാണ്. ഉൽഖിയത്ത് അലൈഹിൽ മഹാബ, അള്ളാഹുവിന്റെ അമ്പിയാക്കളെ മുഖത്ത് വല്ലാത്ത വെളിച്ചമാണ്, ഔലിയാക്കളെ മുഖത്ത് വല്ലാത്ത വെളിച്ചമാണ്. ഈ മാസത്തിന്റെ ഹക്കുകൊണ്ട് നമുക്കെല്ലാവർക്കും റബ്ബ് വെളിച്ചം തരട്ടെ. എല്ലാവർക്കും ഈമാന്റെ വെളിച്ചം ഖൽബിൽ അള്ളാഹു അധികരിപ്പിച്ച് നൽകട്ടെ. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇറങ്ങാം. കപ്പിത്താൻ പറയുന്നു, നിങ്ങൾ ഇറങ്ങണ്ട. ജനങ്ങളും പറഞ്ഞു, നിങ്ങൾ ഇറങ്ങണ്ട. കാരണം നിങ്ങൾ ഇറങ്ങുന്ന ഒരിക്കലും ശരിയില്ല. ഇവിടെ എത്ര സാധാരണ ഒരുപാട് ആളുകൾ, അവരാരും ഇറങ്ങട്ടെ. അവസാനം നറുക്കെടുക്കുകയാണ്. ഫസാഹമ
കപ്പിത്താൻ നറുക്കെടുത്തു. ഫകാന മിനൽ മുദ്ഹദീൻ. ആ നറുക്ക് യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ നറുക്കാണ് കിട്ടിയത്. പരീക്ഷണം തന്നെ. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ വലിയ പരീക്ഷണം അനുഭവിച്ചവരാണ്. സുമ്മൽ അംസലു ഫൽ അംസലു. പിന്നെ അവരോട് അടുത്തുള്ളവരാണ്. പിന്നെ അവരെ മാതൃക പിൻപറ്റുന്ന സ്വാലിഹീങ്ങളാണ്. ഓരോ നാട്ടിലും ദീനുൽ ഇസ്ലാമിന്റെ ചൈതന്യം നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ ത്യാഗം അനുഭവിക്കേണ്ടി വരും. അവർക്ക് കടം വരും, അവർക്ക് പല ബേജാറുണ്ടാകും, അവർക്ക് പല വിഷമങ്ങളുണ്ടാകും, വക്കീൽ നോട്ടീസ് വരും, പലതും വരും. അവർ ചെയ്തത് സത്യമാണെങ്കിൽ, അവരെ സേവനവും അധ്വാനവും റബ്ബിന്റെ മാർഗത്തിലാണെങ്കിൽ ആ നോട്ടീസൊന്നും വിഷയമല്ല. ആ നോട്ടീസൊക്കെ അടുത്തങ്ങ് പോകും. പിന്നെ വിജയം വരും. അള്ളാഹു വലിയവനാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ത്യാഗത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. ഹക്കിന്റെ വഴിയിൽ നിന്ന് മാറിക്കൂടാ. സുബ്ഹാനല്ലാഹ്. 3 വട്ടം നറുക്കെടുത്തു. നറുക്ക് 3ഉം യൂനുസ് നബിയുടേത് കിട്ടിയപ്പോൾ ആ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ നിന്ന് ബഹറിലേക്ക് അതാ ഇടുകയാണ്. ഉമ്മമാരെ, ചെറിയ വിഷയമല്ല. ഇത് മുഴുവനും പറഞ്ഞു തരുന്നതാരാണ്? ഒരു ഹക്കല്ലാത്തൊരു കാര്യവും പറയാത്ത, സത്യം മാത്രം പറയുന്ന സയ്യിദുൽ വറാ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ഹബീബായ നബിയാണ്. അവിടുന്ന് കളവ് പറയൂല. ഓറിയന്റലിസ്റ്റുകൾ പോലും നബിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു. അൽ അമീൻ. അതാണ് നബിയുടെ മഹത്വം. അമീനാണ്. കളവ് പറഞ്ഞിട്ടില്ല. തമാശയിൽ പോലും കളവ് പറയാത്ത നേതാവാണല്ലോ പറയുന്നത്. ആ കപ്പലിൽ ബഹറിലേക്ക് എറിയുന്ന സമയം യൂനുസ് നബി അലൈഹിസ്സലാം വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു കല്ലും കൂട്ടിക്കെട്ടി മുകളിൽ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി. മുകളിൽ പൊങ്ങി നിന്നാൽ അത് വേറെ ചില അപമാനങ്ങളാണല്ലോ. ഒരു ചെറിയ കല്ലുമായി ചേർത്തി അടിയിലേക്ക് താഴെ എത്തിയപ്പോ അവിടെ സ്വാഗതസംഘമൊക്കെ ഉണ്ട്. താഴെ ബഹറിനടിയിൽ സ്വീകരിക്കാൻ വേണ്ടി ആള് കാത്തു നിൽക്കുകയാണ്. കാരണം ഇതെല്ലാം അള്ളാഹ് നേരത്തെ കണക്കാക്കിയതല്ലേ. നല്ല ഹരമല്ലേ ആ മേഖല. ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒരു തവളയുടെ പിന്നാലെ പോയൊരു കഥയുണ്ട്. ഇപ്പൊ പറയാൻ സമയമില്ല, നമ്മളെ വിഷയത്തിൽ നിന്ന് വല്ലാതെ അകന്നുപോകും. അതുകൊണ്ട് വിസ്മയങ്ങൾ തന്നെ തുടരാം. സുബ്ഹാനല്ലാഹ്. താഴെ വലിയൊരു തിമിങ്ങലം. ആ തിമിങ്ങലം റെഡിയായി നിൽക്കുകയാണ്. തിമിങ്ങൽ ഇടയ്ക്കിടെ ഇങ്ങനെ നോക്കുകയാണ്. ഇവിടെ എവിടെ വന്നോ? ആളെവിടെ ഇറങ്ങിയോ? ലാൻഡ് ചെയ്തോ? ആരാണ്? ഒരു മെസ്സേജ് ഉണ്ട് നമ്മളിതില്ലേ. അള്ളാന്റെ നമ്പറിലാണ്, അള്ളാഹുവിന്റെ നമ്പറിൽ മെസ്സേജ് വന്നിരിക്കുന്നു. വരാനുണ്ട്, അതിഥി വരാനുണ്ട്. ആ അതിഥി വന്നാൽ എനിക്ക് കിട്ടണം, ഞാൻ സ്വീകരിക്കും. സുബ്ഹാനല്ലാഹ്. തിമിങ്ങലം സ്വീകരിക്കുന്നു. കിട്ടിയപ്പോൾ തിമിങ്ങലത്തിന്റെ ഒരു പതിവ്, കിട്ടിയാൽ അറിയാതെ മത്സ്യങ്ങളും തിമിങ്ങലങ്ങളും മനുഷ്യനെ തിന്നുപോകുമല്ലോ. ആ മനുഷ്യനെ വായിലിട്ട് ഒന്ന് ചുറ്റിങ്ങനെ കറക്കി നോക്കിയപ്പോൾ വലിയ തിമിങ്ങലമാണ്. എത്രയോ മനുഷ്യനെ വിഴുങ്ങാൻ മാത്രം സൗകര്യമുള്ള വലിയ ജീവിയാണ്. ആ ജീവി ആ മനുഷ്യനെ വയറ്റിലേക്കങ്ങ് വിട്ടപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ. നേരത്തെ തീയോട് അള്ളാഹ് പറഞ്ഞല്ലോ, യാനാറു കൂനി ബർദം വസലാമ, അനങ്ങി പോകരുത്. നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ആളല്ല. അത് സൗദി അറേബ്യയിലെ ജയിലിലോ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ നല്ല വിശ്വാസമുള്ള തഖ്വയുള്ളൊരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് കുറെ ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കളയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അവിടെയും റബ്ബിന്റെ കാവലുണ്ട്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ്. അവിടെ എല്ലാം അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. വിശ്വാസികൾക്ക്, ഭക്തിയുള്ളവർക്ക്, നിസ്കരിക്കുന്നവർക്ക്, നോമ്പ് നോൽക്കുന്നവർക്ക്, ഈമാനുള്ളവർക്ക്, ഔലിയാക്കളെ മഹബത്ത് വെക്കുന്നവർക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ അടുക്കുന്ന ആളുകൾക്ക് എല്ലാ സ്ഥലത്തും വിജയമാണ്. ആ വിജയം ലഭിക്കുന്നു. തിമിങ്ങലം ഒരു സൈഡിൽ അവിടെ ഒരു ഭാഗത്ത് ബർത്ത് സൗകര്യപ്പെടുത്തി അവിടെ കിടക്കാൻ പറഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏതോ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ മുരിങ്ങയുടെ കായ് കഴിച്ച ഒരു കഥ പറയുന്നുണ്ട്. ഇത് തുപ്പാനും നിർവാഹമില്ല, ഇറക്കാനും നിർവാഹമില്ല. അവസാനം ആ മുരിങ്ങയുടെ തണ്ട് പല്ലിന്റെ മുകളിൽ ബർത്ത് പോലെ അവിടെ വെച്ചു എന്ന് ആ പുസ്തകത്തിൽ പറയുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സാഹിത്യകാരന്മാർക്ക്
ഇതുപോലെ പ്രത്യേക പാഠങ്ങളൊന്നും പഠിക്കാനില്ലാത്ത ഉദാഹരണങ്ങളും ചിത്രീകരണങ്ങളും ഒക്കെയാണ് അവരെ പുസ്തകത്തിൽ എഴുതാനുണ്ടാവുക. അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മുരിങ്ങയുടെ ഭാഗം താഴോട്ട് ഇട്ടു അല്ലേ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കാനുള്ളത്? ഒരു എല്ലിന്റെ കഷണാണെങ്കിൽ അത് ഇറങ്ങിപ്പോയി, അതുകൊണ്ട് ആശുപത്രി അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഒരു മുരിങ്ങന്റെ ഒരു ചെറിയ മുരിങ്ങാക്കായിന്റെ ഒരു ചെറിയ ഭാഗം തിന്നുമ്പോ ഇറങ്ങിയാൽ എന്ത്, ഇറങ്ങിയില്ലെങ്കിൽ എന്ത്? അത് വലിയൊരു വിഷയം മൂപ്പര പുസ്തകത്തിൽ. ആയിക്കോട്ടെ, പിന്നെ ഒരു സാഹിത്യമാണല്ലോ, ഒരു സാഹിത്യകാരൻ അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ എഴുതും. അതുകൊണ്ട് ബഷീറിന്റെ പുസ്തകം വായിക്കണമെന്നോ വായിക്കണ്ട എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇരിക്കട്ടെ, ഒരു ബർത്ത് അവിടെ സൗകര്യപ്പെടുത്തി, ആ ബർത്തിൽ സുഖമായിട്ട് കിടക്കുകയാണ്. ആര്? യൂനുസ് നബി അലൈഹിസ്സലാം കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയം യൂനുസ് നബി വെറുതെ ഇരിക്കുന്നില്ല. ഒരൊറ്റ സമയവും അവരെ വെറുതെ കളയുന്നവരല്ല, എല്ലാം പ്ലാൻ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഈ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. ഗീബത്ത് നമീമത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും എല്ലാ സമയത്തും ഖൈറു പറയുകയും ദിക്ർ ചൊല്ലുകയും വേണം. യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ വെച്ച് ദിക്ർ ചൊല്ലുകയാണ്. നല്ലൊരു ദിക്ർ. വലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന അവിടെ വെച്ച് ചൊല്ലുക മാത്രമല്ല, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം നേരത്തെ തന്നെ തസ്ബീഹ് ചൊല്ലുന്നവരിൽ ആയിരുന്നില്ല എങ്കിൽ ലകാന ലലബിസ ഫീ ബത്നി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ തിമിംഗലത്തിന്റെ വയറ്റിൽ കഴിയേണ്ടി വരുമായിരുന്നു. മുമ്പേ ദിക്ർ ചൊല്ലുന്ന ആളാണ്. കസ്റ്റംസിൽ നിന്ന് പിടിച്ചപ്പോൾ ദിക്ർ തുടങ്ങിയതല്ല. ആ ബാഗ് തുറക്ക്, ബാഗ് താക്കോല് കാണുന്നില്ല, തുറക്കാനാ പറഞ്ഞത്. മലയാളത്തിൽ ബോംബെ അല്ലത്, കരിപ്പൂരാണ്. വേഗം തുറക്കണം, താക്കോല് കാണുന്നില്ല. ഇപ്പൊ ഞാൻ തപ്പണോ? അവസാനം താക്കോൽ സ്വയം മുന്നോട്ട് വരുന്നു, തുറക്കുന്നു. പടച്ച റബ്ബേ, ഇതെങ്ങാനും ഉള്ളത് മുഴുവനും ഇയാള് കണ്ടാൽ ബേജാറാണ്. അപ്പ തുടങ്ങി ദിക്ർ തുടങ്ങി. ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷം ഇയാൾ മുമ്പെങ്ങാൻ ചൊല്ലിയിരുന്നെങ്കിൽ ഈ കസ്റ്റംസിന്റെ ഈ ഭാഗത്ത് ആ ഉദ്യോഗസ്ഥൻ ഈ ഡ്യൂട്ടിക്ക് തന്നെ ഈ കോഴിക്കോട്ടുണ്ടാവില്ല, അയാൾ മദ്രാസിലുണ്ടാവുക. അയാൾ ഇന്നലെ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്. അയാൾ അന്നങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി എന്തിനാണെന്നറിയോ? നീ ദുബായിൽ നിന്ന് വരുമ്പോ നിന്റെ ഈ ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം അയാൾ അങ്ങോട്ട് അയച്ചതാണ്. അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. അയാൾ തന്നെ വിചാരിച്ചിട്ടുണ്ട്, റബ്ബേ എന്നെ എന്തിനാണ് ഈ കോഴിക്കോട്ടേക്ക് മാറ്റിയത്? അള്ളാഹു അയാളോട് പിന്നീട് അത് പറയും, എന്നെ മാറ്റാനൊരു കാരണമുണ്ട്. ഇരിക്കട്ടെ, അപ്പൊ തുടങ്ങിയ ദിക്ർ ആ ദിക്റല്ല. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദിക്ർ, തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് തുടങ്ങിയ ദിക്റല്ല. മുമ്പേ ദിക്ർ ചെല്ലുന്ന ആളാണ് ഇമാം റാസി. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, മുമ്പേ ദിക്ർ ചെല്ലുന്ന ആളായതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഫനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം, കരയിൽ വന്നു. ആ തിമിംഗലം യൂനുസിനെ പ്രസവിച്ചു. കരയിലെത്തിയപ്പോഴേക്ക് അവിടെ വേറൊരു സ്വാഗത സംഘം. അവിടെ ഒരു ചൊരങ്ങ. ആ ചൊരങ്ങയുടെ ഒരു വള്ളി സമുദ്രത്തിന്റെ തീരത്ത് മെല്ലെ വളരാൻ തുടങ്ങിയിരിക്കുന്നു. ആ ചൊരങ്ങ വളരണമെങ്കിൽ ചൊരങ്ങക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വേറെന്തെങ്കിലും ഒരു മരത്തിന്റെ കഷ്ടം വേണം. വേറെന്തെങ്കിലും ഒരു മരമുണ്ടെങ്കിലേ ചൊരങ്ങക്ക് സ്വയം നിൽക്കാൻ കഴിയൂ. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടെ ചൊരങ്ങ തല ഉയർത്തി നിൽക്കുന്നു. ഈ ചൊരങ്ങ വള്ളിയുടെ അടിയിലേക്കാണ് ഈ ചോരക്കുഞ്ഞിനെ കുറെ നാൾ തിമിംഗലത്തിന്റെ വയറ്റിൽ കഴിഞ്ഞ ബാലനെ തിമിംഗലം കൊണ്ടുപോയി പ്രസവിക്കുന്നത്. അവിടെ വന്നു നല്ല തണല്. റബ്ബേ, ഞാനിപ്പോ എവിടെയാണുള്ളത്? എവിടെയാണ് റബ്ബേ ഞാനുള്ളത്? ഏറ്റവും നല്ലതിനെ എടുക്കാതെ കേവലം നല്ലതിനെ തെരഞ്ഞെടുത്ത കാരണം കൊണ്ട് എന്തൊക്കെ പരീക്ഷണമാണ് എൻ്റെ ജീവിതത്തിൽ. ഉമ്മമാരെ, അള്ള കൽപ്പിച്ച പല സംഗതികളും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ വിഷമങ്ങളുമെന്ന് ഇതിൽ നിന്ന് പഠിക്കണം കേട്ടോ. എല്ലാ യുവാക്കളും പഠിച്ചു കൊള്ളണം. അള്ളാഹു നമുക്ക് എന്തൊക്കെയോ ഹൈറുകൾ തരാൻ അള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് തരാൻ
അല്പം അള്ളാഹു മടിച്ചു. അതാ മാറ്റിവെക്കാനുള്ള കാരണം നമ്മൾ നേരെ വരാത്തത് കൊണ്ടാണ്. നമ്മൾ ചില ഹൈർ ഉപേക്ഷിച്ചത് കൊണ്ട്, ചില ഫത്ഹുകളെ അള്ളാഹു എടുത്തു കളഞ്ഞതാണ്. നമ്മൾ ആ ഹൈറങ്ങാൻ ചെയ്താൽ റബ്ബ് നമുക്കിങ്ങനെ വാരിക്കോരിത്തരും. കാരണം അള്ളാഹു റഹീമാണ്, അവൻ റഹ്മാനാണ്. സൂറത്തുൽ കഹ്ഫിന്റെ വചനങ്ങളിലൂടെ അള്ളാഹു നമുക്കതാണ് പഠിപ്പിച്ചു തരുന്നത്. അം ഹസിബത അന്നാ സുഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ ഈ വാചകത്തിലൂടെ അൽ കഹ്ഫ് ആരംഭിക്കുകയാണ്. വിസ്മയങ്ങളുടെ കഥകൾ ആരംഭിക്കുകയാണ്. വിസ്മയങ്ങളിലൂടെ കടന്ന് ഒരു വിസ്മയത്തിന്റെ തീരത്ത് നമ്മൾ എത്തുകയാണ്. അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികൾ. അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ കേവ്, CAVE, കേവ്, ഗുഹ. അൽ കഹ്ഫ്, ആ അൽ കഹ്ഫിന്റെ കഥാപാത്രങ്ങൾ 7 ആളുകൾ. 5 ആണെന്നും 6 ആണെന്നും 7 ആണെന്നും 3 ആണെന്നും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരെല്ലാമോ പറഞ്ഞിരുന്നു. അതൊന്നും ശരിയല്ല എന്നും 7 ആളുകൾ തന്നെയാണ് എന്നും 8ാമത്തേത് ഒരു പട്ടിയാണ് എന്നും റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖണ്ഡിതമായി നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ഗുഹാവാസികളുടെ ചരിത്രത്തിൽ മുന്നൂറ് കൊല്ലം ഉറങ്ങി എന്നാണ് പറയുന്നത്. 300 കൊല്ലം ഉറങ്ങി. ഈ 300 കൊല്ലം ഉറങ്ങിയ സംഭവം ഖുർആൻ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുങ്ങൾ? അം ഹസിബത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. അം ഹസിബത, താങ്കൾ വിചാരിച്ചു പോയോ? ഓ മനുഷ്യ, നീ വിചാരിക്കുന്നുണ്ടോ? അന്ന അസ്ഹാബൽ കഹ്ഫി, ഗുഹയിൽ താമസിച്ച യുവാക്കൾ, വറഖീം, റഖീം എന്ന ഗ്രാമത്തിലും താമസിച്ച യുവാക്കൾ. റഖീം എന്നത് ഒരു ഗ്രാമത്തിന്റെ പേരാണ്, ജോർദാനിലാണ്. ഇപ്പോഴും അങ്ങനെയാണ് ആ നാടിന്റെ പേര്, ജോർദാൻ. തുർക്കിയുടെ തെക്കു ഭാഗത്താണ് ജോർദാൻ. തുർക്കി യൂറോപ്പിന്റെ തെക്കു ഭാഗത്ത്. ആ തുർക്കിയിൽ നിന്ന് അല്പം കൂടി തെക്കു മാറി നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് ജോർദാൻ. ജോർദാൻ എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ്. വല്ല സാധ്യതയുമുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാമോ എന്ന അന്വേഷണം പോലും ഒരു പക്ഷേ നടക്കാനിടയുണ്ട്. പക്ഷെ അത്തരം ഒരു എണ്ണയും മറ്റു മൂല്യങ്ങളും വാരിയെടുക്കാൻ പറ്റിയ ഒരു പ്രദേശമൊന്നുമല്ല റഖീം. ആ ഗ്രാമത്തിന്റെ പേരതാണ്. റഖീം എന്നതിന് വേറെയും വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. റഖീം എന്നതിന് ഫലകം എന്നർത്ഥമുണ്ട്, ശിലാഫലകം. കാരണം അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് ഒരു ശിലാഫലകത്തിൽ എഴുതി ഒരു കേന്ദ്രത്തിൽ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫലകവും അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രവും ഒരത്ഭുതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അം ഹസിബത, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. അൽ കഹ്ഫിൽ പറയുന്ന ഈ വലിയ ചരിത്രം, 7 വിശ്വാസികൾ 300 കൊല്ലക്കാലത്തിലധികം ഉറങ്ങിയ ഈ വലിയ സംഭവം, ഇതൊരത്ഭുതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഐ ലൈസു ബിഅജബിൻ മിൻ ആയാതിനാ ബൽ ഫീ ആയാതിനാ മാ ഹുവ അജബു മിൻ ഖബരിഹിം. ഖുർത്തുബിയുടെ വ്യാഖ്യാനം, ഇതൊരു വലിയ സംഭവമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ? മുസ്ലിമീങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കിത് വലിയൊരു വിസ്മയമായിട്ട് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? തോന്നണ്ട. പിന്നെ ബൽ ഫീ ആയാതിനാ മാ ഹുവ അജബു മിൻ ഖബരിഹിം, ഇവരുടെ കഥയേക്കാൾ ഇവരുടെ ചരിത്രത്തെക്കാൾ വിസ്മയങ്ങൾ നിറഞ്ഞ, അത്ഭുതങ്ങൾ നിറഞ്ഞ നിരവധി സംഭവങ്ങൾ ഖുർആനിൽ ഉണ്ട്, ചരിത്രത്തിലുണ്ട്. ഇതൊരു ഉറങ്ങിയ കഥയാണ്. ഈ ഉറങ്ങിയ കഥ ഇത് വളരെ വലുതാണെന്ന് കരുതി അത് പ്രചരിപ്പിച്ച് ഇസ്ലാമിക സമൂഹത്തെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ജൂതന്മാർ അറേബ്യയിൽ ഉണ്ടായിരുന്നു.
അറേബ്യയിൽ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും പ്രതിനിധിയായി അബ്ദുല്ലാഹി ഇബ്നു സലാം, അദ്ദേഹം അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്ന് ചോദിക്കുകയാണ്, നബിയെ 3 ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്, ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു തരുമോ? കാരണം എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ നബിയാണ്, അതിന് നിങ്ങൾ ഉത്തരം പറയുന്നില്ല എങ്കിൽ നിങ്ങൾ നബിയല്ല. അബ്ദുല്ലാഹി ഇബ്നു സലാം നബിയുടെ സമീപത്ത് വരികയാണ്. വന്നിട്ട് 3 ചോദ്യം ചോദിച്ചു. ആ 3 ചോദ്യങ്ങളിൽ ഒന്ന് അസ്ഹാബുൽ കഹ്ഫ് ആരാണ്, അവരുടെ കഥ എന്താണ്? രണ്ടാമത്തേത് മറ്റൊരു വിഷയമുള്ളത് ദുൽഖർനൈനി എന്ന് പറയുന്ന രാജാവ് ആരാണ്, അദ്ദേഹം എവിടെയാണ്? ഇത് 2 നിങ്ങൾ മറുപടി തരണം. മാത്രമല്ല നാളെ സ്വർഗത്തിലെത്തിയാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? ഇതിന് ഉത്തരം നൽകണം. നിങ്ങൾ നൽകുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം അതാ വരുന്നു. ഏത് ചോദ്യം ചോദിച്ചാലും അതിനൊക്കെ മറുപടി പറയാൻ അല്ലാഹു തിരുനബിക്കതാ വഹി നൽകുകയാണ്. വയസ്അലൂനക അൻ ദിൽ ഖർനൈനി ഖുൽ സഅത്ലു അലൈക്കും മിന്നു ദിക്റാ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസമുള്ള പ്രഭാഷണത്തിൽ ദുൽഖർനൈനിയെ നമുക്ക് മെല്ലെ ഒന്ന് ടച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പിന്നെ സ്വർഗത്തിലെത്തിയാലൊരു വിശ്വാസിയായ മനുഷ്യന് ആദ്യമായി കിട്ടുന്ന ആഹാരം മത്സ്യത്തിന്റെ കരളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെ മറ്റൊന്ന് അസ്ഹാബുൽ കഹ്ഫാണ്. ഈ അൽ കഹ്ഫിലെ കഥാപാത്രങ്ങളെ പറ്റിയുള്ള ചോദ്യം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി കാത്തു നിൽക്കുകയാണ്. റബ്ബേ, ഈ അബ്ദുല്ലാഹി ഇബ്നു സലാം ചോദിക്കാൻ വന്നിരിക്കുന്നു, വേറെ പലരും ചോദിക്കാൻ വന്നിരിക്കുന്നു, മറുപടി കിട്ടിയാൽ നന്നായിരുന്നു. അല്ലാഹു നബിക്ക് മറുപടി നൽകുമ്പോൾ പറയുന്നു, അം ഹസിബ്ത അന്ന സുഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. സംഭവം നടന്നിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന കാലയളവ് ചരിത്രകാരന്മാർ ഇതെല്ലാം അന്വേഷിച്ചു കണ്ടെത്തി. രാമസേതു പത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. രാമൻ എവിടെ ജനിച്ചു? രാമൻ ഉണ്ടായിരുന്നോ? അത് ഐതിഹ്യമാണോ, കെട്ടുകഥയാണോ, ഇതിഹാസമാണോ, ചരിത്രപുരുഷനാണോ? ചർച്ച നടക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ മറുപടി നൽകി, രാമൻ ഐതിഹ്യമായിരുന്നു, അങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല. പിന്നീട് അത് ചർച്ച നടക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ രാമൻ ഐതിഹ്യമായാലും രാമൻ ഹീറോ ആയാലും യഥാർത്ഥ കഥാപാത്രമായാലും ജീവിച്ചു എന്ന് തെളിയിക്കപ്പെട്ട നേതാവായാലും അല്ലെങ്കിലും രാമനെ നാം സ്പർശിക്കുകയില്ല, നമ്മൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയില്ല. കാരണം ശ്രീരാമനെ ചുറ്റിപ്പറ്റി അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ജനത നമ്മുടെ രാജ്യത്തുണ്ട്. അവരോടുള്ള ആദരവിന്റെ പേരിൽ ശ്രീരാമനെയും നാം ആ മതത്തെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുകയാണ്. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമിൻ. മറ്റൊരു മതവിഭാഗം ആരാധിക്കുന്ന ആരാധ്യരെ മുസ്ലിമീങ്ങൾ കുറ്റം പറയാൻ പോകരുത്. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും മുസ്ലിമീങ്ങൾ ചീത്ത പറയരുത്. കാരണം അവരെ ആദരിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അവരുമായി സഹകരിച്ച് ജീവിക്കലാണ് മുസ്ലിമീങ്ങളുടെ ബാധ്യത. അതുകൊണ്ട് മുസ്ലിം പത്രങ്ങൾ രാമസേതു വിഷയമാക്കുകയോ ആ രാമനെ ചുറ്റിപ്പറ്റി ഹിന്ദുക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുകയോ ചെയ്യേണ്ടതില്ല. രാമൻ ജനിച്ചാലും ശരി, ജനിച്ചില്ലെങ്കിലും ശരി, രാമനുമായി ബന്ധപ്പെട്ട രാമായണം ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഭക്തി സ്രോതസ്സാണ്. അവരിൽ നന്മയും ധർമ്മബോധവും വളരാൻ രാമന് കഴിയുന്നുവെങ്കിൽ ആ രാമൻ ആ രൂപത്തിൽ കുറെ കാലം നിലനിൽക്കണം എന്നതാണ് നാം ആഗ്രഹിക്കുക. പക്ഷേ ഒരത്ഭുതമുള്ളത്, വിശുദ്ധ ഖുർആനിൽ പറയുന്ന കഥാപാത്രങ്ങളില്ലേ, ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ ചർച്ച ചെയ്യുന്ന അസ്ഹാബുൽ കഹ്ഫ് ആയാലും ഏതായാലും ശരി, അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്, അതെല്ലാം ഉള്ളതാണ്, അതൊന്നും കളവല്ല. അസ്ഹാബുൽ കഹ്ഫ് എവിടെയാണെന്ന് അന്വേഷിച്ച് മലപ്പുറത്ത് നിന്ന്, കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. അവര് പുറപ്പെട്ടാൽ
ആ അസ്ഹാബുൽ കഹ്ഫ് നിൽക്കുന്ന സ്ഥലമേതാണെന്ന് നിങ്ങൾ മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിക്കാതെ നിങ്ങൾ ഓറിയന്റലിസ്റ്റുകളോട് ചോദിച്ചാൽ മതി. ഓറിയന്റലിസ്റ്റുകളോട് ചോദിക്കൂ, എവിടെയാ അസ്ഹാബുൽ കഹ്ഫ്? ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളല്ല, മറിച്ച് ഇസ്ലാമിക ശാസ്ത്രത്തെ സംബന്ധിച്ച് പഠനം നടത്തുന്ന ക്രിസ്ത്യാനികളുടെ ആൾക്കൂട്ടമാണ്, അല്ലെങ്കിൽ ജൂതന്മാരുടെ ആൾക്കൂട്ടമാണ്. ആ സംഘത്തിൽ ഉള്ളത് മുഴുവനും ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഏഷ്യ മൈനറിന്റെ പശ്ചിമ തീരത്ത് റോമാക്കാരുടെ ഒരു പട്ടണമാണ് ഈ റഖീം എന്ന് പറയുന്ന ഗ്രാമം. സീസർ ചക്രവർത്തി, സീസർ ഡെസ്യൂസ് എന്ന് പറയുന്ന ചക്രവർത്തി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ AD 249 മുതൽ AD 259 വരെയുള്ള കാലഘട്ടം. AD എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദി ഡെപ്പറേച്ചർ ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ തിരുപ്പുറപ്പാടിന് ശേഷം, യേശു അപ്രത്യക്ഷമായതിനു ശേഷം. യേശു മരിച്ചിട്ടില്ല. പൊറുതിമുട്ടിയപ്പോൾ അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തിയതാണ്. അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുക്കും ആ നബി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഈസാ നബിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയ സന്ദർഭം ഇവിടെ ഉണ്ടാക്കുകയാണ്, അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണിയിലാണ് നമ്മളുള്ളത്. ഈസാ നബിക്ക് ഇവിടെ ഇറങ്ങണമെങ്കിൽ നബിയുടെ ഉമ്മത്ത് ഇവിടെ വളരെ അച്ചടക്കത്തോടുകൂടി അനുസരണത്തോടുകൂടി ഇവിടെ നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയാൽ യൻസിലു ഈസബിനു മറിയം, മറിയമിന്റെ മകനായ ഈസ നബി ഇവിടെ വരുന്നതാണ്. മാത്രമല്ല ഈസാ നബിയുടെ കല്യാണവും നടക്കും. ആ കല്യാണത്തിന് നമുക്കൊക്കെ പങ്കെടുക്കുകയും ചെയ്യാം. ഈസാ നബി കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് കയറിയത്, ഇനി വന്നിട്ടാ കല്യാണം. മാത്രമല്ല ഇവിടെ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കും. വയഹ്കുമു ബിമില്ലത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബിയുടെ മില്ലത്തനുസരിച്ചാണ് ഈസാ നബി ഇവിടെ വന്നിട്ട് ഭരിക്കാൻ പോകുന്നത്. ഈസാ നബി ഇവിടെ ഭരിക്കുമ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കുക, ക്രിസ്തുമതത്തിന്റെ സന്ദേശമല്ല നടപ്പിലാക്കുക. അങ്ങനെ AD 249 യേശുവിന്റെ തിരുപ്പുറപ്പാടിന്റെ 249 കൊല്ലം കഴിഞ്ഞപ്പോൾ ദഖിയാനൂസ് എന്ന് അറബി ഭാഷയിലും സീസർ ഡെസ്യൂസ് എന്ന് ഗ്രീക്കിലും പറയുന്ന ഒരു രാജാവ് ജോർദാനിൽ, തുർക്കിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് നമ്മൾ അറ്റ്ലസ് നോക്കിയാൽ തുർക്കി വേറെ ജോർദാൻ വേറെ ഇങ്ങനെ കാണാം ഇന്നത്തെ മാപ്പില്. അന്ന് ഈ ജോർദാനും തുർക്കിയൊന്നും വേറെ വേറെ അടയാളപ്പെടുത്തിയിട്ടില്ല. 50 കൊല്ലം മുമ്പ് പാകിസ്ഥാൻ ലോകത്തിന്റെ മാപ്പിലില്ലല്ലോ, അന്ന് ഇന്ത്യ മാത്രമല്ലേ ഉള്ളൂ എന്നതുപോലെ ഈ ജോർദാനൊന്നും അന്ന് കണ്ടുകൊള്ളണമെന്നില്ല. അപ്പൊ അന്ന് മൊത്തത്തിൽ ഒരു പ്രദേശമാണ്, ആ പ്രദേശത്തൊക്കെ റോമക്കാര് ഭരിക്കുകയാണ്. റോമക്കാര് വലിയ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ റോമ ഭരണം നടത്തുന്ന കാലം ദഖിയാനൂസ് എന്ന് പറയുന്ന രാജാവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ പൊറുതിമുട്ടിയപ്പോൾ, വിഷമിച്ചപ്പോൾ ഏതാനും യുവാക്കൾ നാടുവിട്ട കഥയാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ, ധാരാളം അത്ഭുതങ്ങളുള്ള കഥകളിൽപ്പെട്ട ഒരു സംഭവമായ അൽ കഹ്ഫിന്റെ പശ്ചാത്തലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ചരിത്രപരമായി പിൻബലമുള്ള കാര്യങ്ങളാണ്, ഒന്നും ഇവിടെ നടക്കാത്ത കാര്യങ്ങളല്ല. 300 കൊല്ലക്കാലം ഉറങ്ങി എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ ഓറിയന്റലിസ്റ്റുകൾ പറയുന്നു 190 കൊല്ലമേ ഉറങ്ങിയിട്ടുള്ളൂ. ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അവിടെ. ഖുർആൻ ഗണ്ഡിതമായി പറയുന്നു ഫലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9. ചന്ദ്രവർഷ കണക്ക് പ്രകാരം 309 കൊല്ലവും സൂര്യന്റെ ചലനത്തെ ആസ്പദമാക്കിയുള്ള കണക്ക് പ്രകാരം 300 കൊല്ലവുമാണ് ഉറങ്ങിയത്. എന്നാൽ ഓറിയന്റലിസ്റ്റുകൾ പറയുന്നു ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ട്
190 കൊല്ലമേ ഉറങ്ങിയിട്ടുള്ളൂ. ഓറിയന്റലിസ്റ്റുകളോട് ദയവായി നമുക്ക് ചോദിക്കാം, നിങ്ങളെ അപ്പടി ഗുളിക വിഴുങ്ങുന്നത് പോലെ ചോദിക്കാതെ അന്വേഷിക്കാതെ നിങ്ങളെ പഠന റിപ്പോർട്ടുകൾ അപ്പടി വിഴുങ്ങാൻ മാത്രം വിഡ്ഢികളല്ല മുസ്ലിമീങ്ങൾ. കാരണം ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. മനുഷ്യര് കണ്ടെത്തുന്നത് പൂർണ്ണമായി കൊള്ളണമെന്നില്ല. അന്വേഷിക്കുവാൻ സൗകര്യമില്ലാത്ത ചരിത്രത്തിലെ ഏതോ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി ഗണ്യതമായി പറയാൻ ഓറിയന്റലിസ്റ്റുകൾക്ക് കഴിഞ്ഞില്ല എന്നത് ഖുർആന്റെ കുറ്റമല്ല. മറിച്ച് ഓറിയന്റലിസ്റ്റുകളുടെ പഠനത്തിനു ശേഷം മുസ്ലിം പണ്ഡിതന്മാർ ഈ ജോർദാനിലും പ്രദേശങ്ങളിലും പര്യവേക്ഷണം നടത്തിയപ്പോൾ ഖുർആൻ പറഞ്ഞ കാലയളവ് തന്നെ അവർ 300 കൊല്ലം ഗുഹയിൽ ഉറങ്ങിയതായി വ്യക്തമായ ചരിത്രം കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് വരുത്താൻ ഓറിയന്റലിസ്റ്റുകൾ ചില പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽ അമീൻ, മുഹമ്മദ് നബി അൽ അമീനാണ് എന്ന വാക്ക്, അമീൻ എന്ന് പറഞ്ഞാൽ ആമിനയുടെ മകനെന്നാണ് ആ വാക്കിന്റെ അർത്ഥമെന്ന് ദുർവ്യാഖ്യാനം ചെയ്തതും ഇതേ ഓറിയന്റലിസ്റ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് അവർ പറയുന്നത് അപ്പടി വിഴുങ്ങാൻ നമുക്ക് ബാധ്യതയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചരിത്രപരമായി സ്ഥിരീകരിക്കാൻ പറ്റുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മുടെ മുൻപിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തിനായിരുന്നു ആ യുവാക്കൾ നാട് വിട്ടു പോയത്? പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്തിനാണ് നാട് വിട്ടുപോയത്? 2 കാരണങ്ങൾ ഉണ്ടായപ്പോൾ, 2 സാഹചര്യമുണ്ടായപ്പോഴാണ് അസ്ഹാബുൽ കഹ്ഫ് നാട് വിട്ടുപോയത്. അതിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങളെല്ലാം പഠിക്കണം. നമുക്ക് ഏത് കഥകളിൽ നിന്നും നമുക്ക് പാഠങ്ങളാണല്ലോ നമുക്ക് വേണ്ടത്. ലാ തസ്ഹബൻ മൻ കാന അഹ്ല ബിത്വാനതി വതസാഹുലിൻ ഫിദ്ദീൻ ദാക ഹുവൽ ബലാ വൽ ഉസ്ലത്തുൽ ഔലാ ഇദാ ഫസദ الزമൻ ഔ ഖാഫ മിൻ ഫിതനിൻ ബിദീനിൻ മുബ്തലാ وكذا إذا خاف الوقوع بشبهة أو في حرام أو لذاك مماثلا والاختلاط بناسنا في جمعهم وجماعة أو نحو ذلك فضلا هذا لمن بالعرف يقدر يأمر وعن المناكر قد نهى متحملا. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആ ദിക്കയിലുള്ള ബൈത്തുകളാണ് ഞാനിവിടെ ചൊല്ലിയത്. ഇസ്ലാമിക സമൂഹത്തിലുള്ള ഇന്നത്തെ പല യുവാക്കളും വഴിതെറ്റാനുള്ള ഒരു പ്രധാനമായ കാരണം നിലവിലുള്ള കൂട്ടുകെട്ടുകളാണ്. നിലവിലുള്ള കൂട്ടുകെട്ടുകളുടെ ഫലമായി ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മയിലേക്ക്, ഒരു തിന്മയിൽ നിന്ന് പിന്നെ വേറൊരു തിന്മയിലേക്ക്. ഒരു സ്കൂൾ അധ്യാപകന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. സ്കൂൾ അധ്യാപകൻ എല്ലാ ദിവസവും കൃത്യസമയത്ത് അയാൾ സ്കൂളിൽ ഹാജരാകുന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വാച്ചിലെ ടൈം അദ്ദേഹത്തിന്റെ ജീവിതമാണ്, അദ്ദേഹത്തിന്റെ ചരണമാണ്. അദ്ദേഹം സ്കൂളിലേക്ക് പോകുന്ന ആ ടൈം നോക്കിയിട്ടാണ് പലരും വാച്ചൊപ്പിക്കാറുള്ളത്. അയാൾ ആ മാവിന്റെ ചുവട്ടിലെത്തിയാൽ അതിന്റെ അപ്പുറത്ത് കടയിലിരിക്കുന്ന കച്ചവടക്കാരൻ വാച്ച് നോക്കിയിട്ട് പറയും, 9:50 ആയിട്ടുണ്ടല്ലോ, 5 മിനിറ്റ് നമ്മുടേത് ഫാസ്റ്റാണ്. അതെന്താ അങ്ങനെ? നമ്മളെ മാഷതാ പോകുന്നു. ഇത്ര കൃത്യമായി സ്കൂളിൽ അധ്യാപനം നടത്തുന്ന, ജോലി ചെയ്യുന്ന വളരെ അച്ചടക്കമുള്ള ആളുകളുണ്ട്. മുഅല്ലിമീങ്ങളുണ്ട്, അധ്യാപകന്മാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. ഇങ്ങനെ വളരെ അച്ചടക്കത്തോടെ ഡ്യൂട്ടി നിർവഹിക്കുന്ന ഒരു അധ്യാപകൻ, അയാൾ കേടുവന്ന കഥയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിക്കണം കുട്ടികളെ. നല്ല ബാപ്പയുടെ മക്കൾ, നല്ല തറവാട്ടിൽ ജനിച്ച കുട്ടികൾ, സ്വാലിഹീങ്ങൾ ജീവിച്ച മണ്ണാണ് മലപ്പുറം. മഹാന്മാര് ജീവിച്ച നാടാണ്, ശുഹദാക്കളുടെ നാടാണ്. ഈ നാട്ടിലെ ഖുർആനും അതുപോലെ ദിക്റുകളും ചൊല്ലി ജീവിച്ച നല്ല കുടുംബത്തിലെ മക്കൾ ഇന്ന് കഞ്ചാവിന്റെ അടിമകളായി മാറിയിരിക്കുന്നു. ഏത് കേസിലും ഇന്ന് മുസ്ലിം കുട്ടികൾ പ്രതികളാണ്. ഹിന്ദുക്കളെ ആ വിഷയത്തിൽ നമ്മൾ തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്ത്യാനികളെ നമ്മൾ തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ നാടിനടുത്ത് കൊടുവള്ളിയിൽ കഴിഞ്ഞ ദിവസം
ലഹരിയുടെ വലിയൊരു നായാട്ട് തന്നെ അവിടെ നടക്കുകയുണ്ടായി. പ്രതികൾ മുസ്ലിമീങ്ങളാണ്. നല്ല അധ്യാപകന്മാർ, നല്ല ഉസ്താദുമാരുടെ മക്കൾ, നല്ല മുഅല്ലിമീങ്ങളുടെ മക്കൾ, നല്ല എഞ്ചിനീയർമാരുടെ മക്കൾ ചീത്തയായ കൂട്ടുകെട്ടിന്റെ പേരിൽ തമ്മാടികളായി മാറുകയാണ്. എന്താണ് അതിന്റെ കാരണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളെ സഹവാസം ആരോടാണോ ആ സഹവാസപ്രകാരമാണ് നമ്മളെ പ്രവർത്തനങ്ങൾ ദുഷിക്കുന്നത്. അസ്ഹാബുൽ കഹ്ഫ് ജീവിക്കുന്ന നാട്ടിൽ അവിടെ മുഴുവനും വിഗ്രഹത്തെ ആരാധിക്കുന്നവരും മദ്യപാനികളും തോന്നിയവാസികളുമായിരുന്നു. അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും മുഴുകിയ ആ പ്രദേശത്തുകാരുമായി സഹകരിച്ച് ജീവിച്ചാൽ കേടുവന്നു പോകുമെന്ന് ഭയം തോന്നിയപ്പോൾ ആ യുവാക്കൾ ആലോചിക്കുകയാണ്, ഞങ്ങൾ ഈ നാടൊന്ന് വിടട്ടെ, കൂട്ടുകെട്ടൊന്ന് മാറട്ടെ. വൽഉസ്ലത്തുൽ ഔലാ ഇദാ ഫസദ الزമൻ ഔ ഖാഫ മിൻ ഫിതനിൻ ബിദീനിൻ മുബ്തലാ. ഇത് സ്ത്രീകളും പഠിക്കണം, പുരുഷന്മാരും പഠിക്കണം. ഇന്നലെ വരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇപ്പൊ പഞ്ചായത്തിലെ കുടുംബശ്രീ വന്നപ്പോൾ ആ കുടുംബശ്രീയുടെ അയൽക്കൂട്ടത്തിലെ ഒരു അംഗമായി നമ്മളെ മകൾ, നമ്മളെ ഭാര്യ, നമ്മളെ പെങ്ങൾ മെമ്പറായി ചേർന്നിരിക്കുന്നു. ഇന്നലെ വരെ ഖുർആനും ദിക്റും സ്വലാത്തും ഇല്ല ആ പെണ്ണ്, ഇന്ന് മെല്ലെ മെല്ലെ ദുഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ വരെ തലമറച്ച പെണ്ണിന്റെ തലയിൽ ഇന്ന് തട്ടമില്ല. വീട് വിട്ട് പുറത്തിറങ്ങാത്ത നമ്മളെ പ്രിയപ്പെട്ട ഭാര്യ ഇപ്പോഴതാ അന്യന്റെ കൂടെ യാതൊരു ലജ്ജയുമില്ലാതെ യാത്ര ചെയ്യുകയാണ്. മെല്ലെ മെല്ലെ ഇസ്ലാമിക സംസ്കാരം നഷ്ടപ്പെടാനുള്ള പ്രധാനമായ ഒരു കാരണമാണ് ചീത്തയായ കൂട്ടുകെട്ടുകൾ. അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്നതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പാഠം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അസ്ഹാബുൽ കഹ്ഫ് പോയത് ഗുഹയിലേക്കാണ്. നമ്മുടെ ഈ പ്രഭാഷണം കേൾക്കുന്ന ആളുകളൊക്കെ നന്നാവാൻ വേണ്ടി ഗുഹയും തെരഞ്ഞു നടക്കണോ? ഗുഹയും തെരഞ്ഞു നടക്കണ്ട. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് പറയുന്നു, ഗുഹയിലേക്കല്ല പോകേണ്ടത്, മറിച്ച് പോകാൻ പറ്റിയ മറ്റൊരു സ്ഥലമുണ്ട്, അള്ളാഹുവിന്റെ പള്ളി. ആ പള്ളിയിലേക്ക് പോകൽ ഒരു ചെറിയ ഹിജ്റയാണ്. ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നു, എത്രയോ കാലം കള്ളുകുടിച്ച് തമ്മാടിയായി ജീവിച്ച മനുഷ്യൻ, ക്ലബിൽ സമയം ചെലവഴിച്ച മനുഷ്യൻ, ഓവുപാലത്തിന്റെ മുകളിൽ കയറി ബടായി പറഞ്ഞ് സമയം ചെലവഴിച്ച മനുഷ്യൻ, ഇപ്പോ അവനൊരു ആഗ്രഹം നന്നാകണമെന്ന്. എങ്കിൽ ഇമാം ഗസാലി പറയുന്നു, നന്നാവാൻ നീ എന്താണ് ചെയ്യേണ്ടത്? നീ ആ പാലത്തിൽ നിന്ന് മെല്ലെ ഇറങ്ങി അതിന്റെ തൊട്ട് അപ്പുറത്തൊരു പള്ളിയുണ്ടോ, ആ പള്ളിയിലേക്ക് നീ ഒന്ന് പോകൂ. ആ പള്ളിയിൽ പോയി നീ ഇരിക്കണം. നിന്റെ വാച്ചിൽ നീ സമയം നോക്കണം. എത്ര സമയമായി ഞാൻ പള്ളിയിലിരിക്കുന്നു, എത്ര ദിവസമായി പള്ളിയിലിരിക്കുന്നു. ഇരുന്ന് എത്ര കാലം ക്ലബിൽ നീ ഇരുന്നോ, ആ ഇരുത്തത്തേക്കാൾ കൂടുതൽ കാലം പള്ളിയിൽ എന്റെ ഇരുത്തത്തിന് സമയം ആയിട്ടുണ്ടെന്ന് നീ ഉറപ്പാക്കിയാൽ നീ റബ്ബിനോട് ദുആ ചെയ്യ്, പടച്ചവനെ ഞാൻ വേണ്ടാത്ത സ്ഥലത്ത് പോയിരുന്ന് എന്റെ സമയം നഷ്ടപ്പെടുത്തിയിരുന്നു, അതിന് പകരം നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയിൽ തന്നെ ഇരുന്ന് എഴുത്തിക്കാഫിരുന്ന് ഞാൻ പ്രായശ്ചിത്തം നൽകിയിരിക്കുന്നു, എന്നെ ഒന്ന് സ്വീകരിക്കണം അല്ലാ. ഇത് പറയുന്ന ഇമാം ഗസാലി തങ്ങൾ ആരാണ്? ഉമ്മമാരെ, ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയിൽ 10 കൊല്ലക്കാലം ഒന്നിച്ച് എഴുത്തിക്കാഫിരുന്ന 10 കൊല്ലം എഴുത്തിക്കാഫിരുന്നു ഗസാലി ഇമാം. ആ ഇരുത്തത്തിന്റെ സമയത്താണ് ഗസാലി ഇമാം 10 കൊല്ലം പള്ളിയിൽ ഇരിക്കുകയാണ്. നമുക്കൊക്കെ സാധിക്കാത്ത പരിപാടിയാണ്. റമദാനിലെ 10 ദിവസം ഇരിക്കാൻ കഴിയുമോ നമുക്ക്? 10 കൊല്ലം ഇരുന്ന ഇരുത്തത്തിൽ ഗസാലി ഇമാം അലസതയ്ക്ക് വേണ്ടി ഇരുന്നതല്ല. ആ ഇരുത്തത്തിൽ ആ പള്ളിയിൽ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് വിശ്വപ്രസിദ്ധമായ ഇഹ്യാ ഉലൂമിദ്ദീൻ. ഒരു യതീമായ കുട്ടി വിജ്ഞാനം പഠിച്ചു വളർന്ന് ലോകത്തിന് വലിയ മാതൃകാ പുരുഷനായി മാറുകയും നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായി അറിയപ്പെടുകയും ചെയ്ത ആ ചരിത്രം വികാരജനിതമാണ്, തീർച്ചയായും രോമാഞ്ചജനകമാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മയും നമ്മളെ മക്കളെയും ഇൽമിന്റെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആരാണ് തന്റെ സുഹൃത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാനുണ്ട്. എന്റെ സുഹൃത്ത് ഇന്ന ആളാണ്. അയാൾ ഇന്നലെ ഇവിടെ കണ്ടല്ലോ,
അയാൾ അവിടെ കണ്ടല്ലോ മോശമുള്ള എല്ലാ സ്ഥലത്തും നമ്മളെ കൂട്ടുകാരനുണ്ട്. അതിന്റെ അർത്ഥം നാളെയും അടുത്ത ദിവസവും നമ്മളും അവിടെയെല്ലാം എത്തുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടുകെട്ടൊന്ന് നന്നാക്കണം. നമ്മളെ ചങ്ങാതി ആരാണോ അവന്റെ സംസ്കാരമാണ് നമ്മിൽ പകരുക. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ മക്കയിൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഭർത്താവിനെ കാണുന്നില്ല. ഭർത്താവ് എവിടെ പോയി? ഭർത്താവ് മദീനയിലേക്ക് പോയതാണ്. അൽ ഹബീബുൽ മുസ്തഫ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് പോയതാണ് ഭർത്താവ് അങ്ങോട്ട് പോയപ്പോൾ ഉമ്മു സലമ ആലോചിക്കുകയാണ്, പടച്ചവനെ, എന്റെ ഭർത്താവിനെ എനിക്ക് കാണണം. ഭർത്താവ് മദീനയിലാണ്, ഞാൻ മക്കയിലാണ്. ഒരു ചെറിയ തടസ്സം, എന്റെ കൂടെ ഒരു ചെറിയ കുഞ്ഞനുണ്ട്. ആ കുഞ്ഞിനെ ഞാൻ എന്തു ചെയ്യും? കുഞ്ഞിനെയും തോളിലേറ്റി മദീനയിൽ നിന്ന് മക്കയിലേക്ക് 400 ചില്ലുവാനം കിലോമീറ്റർ ദൂരമുണ്ട്. അത്രയും വലിയ ദൂരം ഒരു ചെറിയ കുഞ്ഞിനെയും എടുത്ത് ചുമന്നു കൊണ്ടുപോകാൻ മാത്രം എനിക്ക് ശക്തിയില്ലല്ലോ അല്ലാ. ആരോടാണ് ചോദിക്കുക? ഒരു പെണ്ണിനൊരു ശക്തിക്കൊരു പരിധിയുണ്ടല്ലോ. പുരുഷനെ പോലെ പുറത്തിറങ്ങാൻ പറ്റുന്ന പ്രകൃതമല്ലല്ലോ അവൾക്ക്. ആ ഉമ്മു സലമത്ത് അവസാനം കുഞ്ഞിനെ അതാ കൈത്തണ്ടയിലെടുത്ത് തോളിൽ വെച്ച് തനീം, മക്കത്ത് പോയാൽ തന്നീമിൽ നിന്നാണല്ലോ നമ്മൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാറുള്ളത്. നബിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു പള്ളിയുണ്ട് തന്നീമിൽ. ഇപ്പോൾ ഒരു പള്ളിയുണ്ട് അവിടെ, വലിയ പള്ളി, സൗകര്യമുള്ള പള്ളിയാണ്. അവിടെ എല്ലാം പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ തൻഈമിന്റെ ഏതാണ്ട് അടുത്തുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ സ്വന്തം കുഞ്ഞിലേക്കൊന്ന് നോക്കുകയാണ്. പടച്ചവനെ, ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ വെയിലത്ത് എത്ര ദിവസം സഞ്ചരിക്കണം? ആരാണ് എനിക്ക് തുണ? ആരാണ് എന്നെ സഹായിക്കുക? വഴിയറിയാതെ ആ മരുഭൂമിയിൽ ഉമ്മു സലമത്ത് എന്ന ബീവി നിൽപ്പോൾ അതാ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. ആ മനുഷ്യൻ ആരാണ്? അമുസ്ലിമായ ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹത്താണ്. ഉമ്മു സലമ ബീവിയെ കണ്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ ചോദിക്കുന്നു, അല്ല പെണ്ണേ, ഇതെന്തു കഥ? നിന്റെ ഭർത്താവ് എവിടെ? ഉമ്മു സലമത്തിന്റെ ഭർത്താവ് എവിടെയാണ്? ഉമ്മു സലമത്ത് പറയുന്നു, എന്റെ ഭർത്താവ് മദീനയിലേക്ക് പോയി, റസൂലുള്ളാഹിന്റെ സമീപത്താണുള്ളത്. ആ നബിയെ കാണാതെ എന്റെ ഖൽബിൽ സമാധാനമില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന കണ്ണു കാണാത്ത സ്വഹാബി ഹിജ്റ പോയ, മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ടെങ്കിൽ ഉമ്മു സലമത്താകുന്ന ഞാൻ ആരെ കാത്തു നിൽക്കാനാണ്? എനിക്ക് 2 കണ്ണ് അല്ലാഹു നൽകിയിട്ടുണ്ട്. നീ എങ്ങനെ ഒറ്റക്ക് പോകും? ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ ചോദിക്കുമ്പം മറുപടി പറയാനില്ല. വഴി തിരിച്ചുവിടാനാണ് അധിക ആളുകളും ശ്രമിക്കുന്നത്. സത്യത്തിന്റെ വഴിയിലേക്ക് ചേരുമ്പോൾ തടയാനാണല്ലോ ആളുകൾ കൂടുതൽ ഉള്ളത്. അബൂജഹലിന്റെ നാടാണ്, അബൂലഹബിന്റെ നാടാണ്, ഉത്ബത്തിന്റെ നാടാണ്, ശൈബത്തിന്റെ നാടാണ്, വലീദ് ഇബ്നു മുഗീറയുടെ നാടാണ്. എല്ലാവരും ശത്രുക്കളാണ്, അനുകൂലികൾ വളരെ കുറവാണ്. എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു. ചെറിയ കുഞ്ഞൻ ഇങ്ങനെ ഒക്കത്ത് നിൽക്കുമ്പോഴാണ്, തോളത്ത് നിൽക്കുമ്പോഴാണ് ഭർത്താവിന്റെ ബാപ്പ വന്നിട്ട് ആ കുഞ്ഞനെ അതാ പിടിച്ച് വലിക്കുന്നു. കുഞ്ഞിനെ ഈ കൊണ്ടുവരുത്, ഇത് ഞങ്ങളതാ, നമ്മളെ മകന്റെ കുട്ടിയാണ്, ഈ കുട്ടിനെ ഈ മദീനത്തേക്ക് എന്നും പറഞ്ഞ് ഈ വെയിലത്ത് കുഞ്ഞിനെ മരുഭൂമിയിലൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കൂല. ഉമ്മു സലമ പറയുന്നു, എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുതരൂല, എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല, ഇത് എന്റെ കുട്ടിയാണ്, പറ്റൂല, ഞങ്ങളെ മകന്റെ കുട്ടിയാണ്, നീ കൊണ്ടുപോകാൻ പാടില്ല. പിടിയും വലിയുമായി ഉമ്മമാരെ ആ കുഞ്ഞന്റെ കൈ ഷോൾഡറിൽ നിന്ന് വിട്ടുപോയി. ആ കുഞ്ഞന്റെ കൈ വിട്ട് കുഞ്ഞിങ്ങനെ കരയുകയാണ്. പിടിയും വലിയും കൂടുമ്പോ ആ ഉറപ്പില്ലാത്ത സന്ധികൾ അതാ തോളിൽ നിന്ന് വിട്ടുപോയി. ആ പ്രിയപ്പെട്ട ബാലനെ, പ്രിയപ്പെട്ട കുഞ്ഞിനെ ഉമ്മ വിട്ടുകൊടുത്തില്ല. ഈ കുഞ്ഞിനെ കൊണ്ട് നാളെ സ്വർഗം വാങ്ങണമല്ലോ, ഹബീബിന്റെ നാട്ടിലേക്ക് പോയാൽ സ്വർഗം കിട്ടുമല്ലോ.
റസൂലുള്ളാഹിന്റെ നാട്ടിൽ പോയി അവിടെ കണ്ടാൽ ആ നേതാവിന്റെ പൊരുത്തം വാങ്ങിയാൽ കുടുംബം നന്നാകുമല്ലോ. ആ മദീനയിലേക്ക് ദാഹിച്ചു നിൽക്കുന്ന മനുഷ്യനെ ലോകം മുഴുവനും തടഞ്ഞാലും ആ യാത്ര അയാൾ അവസാനിപ്പിക്കുകയില്ലല്ലോ. ഉസ്മാൻ ഇബ്നു അബീ ത്വല്ല ഉടനെ അതാ പറയുന്നു, മുസലമ ഭയപ്പെടണ്ട, നിന്നെ മദീന വരെ ഞാൻ എത്തിച്ചു തരാം. ഇസ്ലാമിക സമൂഹത്തിന് സഹായിക്കാൻ വേണ്ടി, മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാരെയും സ്ത്രീകളെയും സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന ധാരാളം അമുസ്ലിമീങ്ങൾ ഉണ്ട്. അമുസ്ലിമീങ്ങളുമായി നാം സന്തോഷത്തിൽ ജീവിക്കണം. പക്ഷേ അവരെ സംസ്കാരം നമ്മൾ പിന്തുടരാൻ പാടില്ല. അവരുടെ ആചാരങ്ങൾ നാം അംഗീകരിക്കാൻ പാടില്ല. അവരെ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും നമ്മൾ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ പാടില്ല. പക്ഷേ അവരുമായി ഭൗതികമായ കാര്യങ്ങളിൽ സഹകരിക്കാം. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വെറുക്കേണ്ട ആവശ്യമില്ല. അവർ ഭൗതികമായ കൂട്ടുകെട്ടിന് അവരെയും ഉപയോഗപ്പെടുത്താം. പക്ഷേ അവരാചാരങ്ങളും സംസ്കാരങ്ങളും നമ്മൾ കടമെടുക്കാൻ പാടില്ല. ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ ഉമ്മു സലമത്തിനോട് പറയുന്നു, മദീന വരെ നിന്നെ ഞാൻ എത്തിച്ചു തരാം. മുന്നിലും പിന്നിലുമായി യഥാ മദീനയിലേക്ക് പോവുകയാണ്. ഉമ്മു സലമ ചിന്തിച്ചു, പടച്ചവനെ, ഈ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ഈ മനുഷ്യൻ എന്നെ തൊടുമോ? എന്നെ ഇയാൾ തൊട്ടാൽ, എന്റെ ചാരിത്രം ഇദ്ദേഹം തൊട്ടാൽ, എന്റെ സുന്ദരമായ ശരീരത്തിൽ ഈ മനുഷ്യൻ കൈവച്ചാൽ ആരുണ്ട് തടയാൻ? ചെറിയ പേടിയുണ്ട്. പക്ഷേ അമുസ്ലിമീങ്ങളിൽ നല്ല മാന്യതയുള്ള നിരവധി ആളുകളുണ്ട്. ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ മാന്യനായ വ്യക്തിയാണ്. ഉമ്മു സലമയെ തൊട്ടില്ല, വേണ്ടാത്തത് പറഞ്ഞില്ല, ശൃംഗാരത്തിന്റെ ചിരിയുണ്ടായില്ല. വളരെ നല്ല മാന്യമായ പെരുമാറ്റം. മദീന വരെ എത്തി. ദിവസങ്ങൾ കൊണ്ടാണ് മദീനയിൽ എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ ഒന്നാമത് ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ ഭർത്താവും മുഹമ്മദ് നബിയും നിൽക്കുന്ന മദീനത്തെ പള്ളിയിലെ ആ പള്ളിയിലേക്ക് മെല്ലെ എത്തിച്ചു കൊടുത്ത് ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ അവിടുന്ന് ടാറ്റ പറഞ്ഞ് പിരിയുകയാണ്. ഒരു പ്രതിഫലവും ചോദിച്ചില്ല. ഉമ്മു സലമത്ത് ബീവി റളിയല്ലാഹു അൻഹ മനസ്സിന്റെ ഉള്ളിൽ ആശിക്കുകയാണ്, എന്തൊരു നല്ല കാര്യമാണ് ഈ മനുഷ്യൻ ചെയ്തത്. ഇദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ആ നന്ദിയും ആ പ്രാർത്ഥനയും ഉസ്മാൻ ഇബ്നു ത്വൽഹയ്ക്ക് ലഭിച്ചു. കൊല്ലങ്ങൾ പലത് കഴിഞ്ഞ് മക്കാ വിജയമുണ്ടായപ്പോൾ വിശുദ്ധമായ കഅബാലയം മുസ്ലിമീങ്ങൾക്ക് കിട്ടി. അതിന്റെ താക്കോല് റസൂലുള്ളാഹിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ നബി വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലെ, ഒരു ബാങ്ക് വിളിക്കണം. ഈ പള്ളി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇബ്രാഹീമിന്റെ പള്ളി, ഇസ്മാഈലിന്റെ പള്ളി, ലോകത്തുള്ള അമ്പിയാക്കൾ മുഴുവനും തവാഫ് ചെയ്ത പള്ളി. അവിടെ പോകാത്തൊരു നബിയുമില്ല. അവിടെ ധാരാളം ഖബറുകൾ ഉണ്ട്. വളരെ മഹത്വമുള്ള സ്ഥലമാണ്. അതിന്റെ താക്കോൽ ബിലാൽ ഏറ്റുവാങ്ങി. ബാങ്ക് വിളിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ താക്കോൽ കിട്ടി. ആ താക്കോലുമായി അലി റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹയെ വിളിച്ചിട്ട് പറയുന്നു, ഉസ്മാനേ വാ, ഈ കഅബാലയത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ തരാൻ റബ്ബിന്റെ ഓർഡറുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനയുണ്ട്. ഒരു വ്യക്തിയോടൊരു സാധനം വാങ്ങിയാൽ ആ വസ്തു അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ഈ കഅബയുടെ താക്കോൽ ഇദ്ദേഹത്തിന്റെ ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹന്റെ പിതാവിന്റെ കയ്യിലായിരുന്നു. ആ താക്കോല് ഉസ്മാനെ നീ എടുത്തോ, ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ മതി, താക്കോല് ഞങ്ങൾക്ക് വേണ്ട. ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ താക്കോലിങ് ഏറ്റുവാങ്ങിയിട്ട് ഉടനെ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, ഹബീബായ നബിയെ, വല്ലാത്തൊരു നബി തന്നെ. എത്ര കൊല്ലം മുസ്ലിമീങ്ങളാകുന്ന നിങ്ങൾ പീഡനങ്ങൾ സഹിച്ചു, കൊല്ലങ്ങൾ നിങ്ങൾ മദീനയിൽ താമസിച്ചു. ഈ പീഡനങ്ങളെല്ലാം കഴിഞ്ഞ് ആ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും മക്കയിൽ വന്നത് ഹിജ്റ 8-ാം വർഷമാണ്. ആ 8-ാം വർഷത്തിൽ കഅബാലയം നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഒരർത്ഥത്തിൽ ഈ താക്കോല് ഞങ്ങൾക്ക് നിങ്ങൾ തരേണ്ടതില്ല, അത്രയും ഞങ്ങൾ മർദ്ദിച്ചിട്ടുണ്ട്, നിങ്ങളെ പീഡനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നബിയെ, ഈ താക്കോൽ എന്തിനാ എൻ്റെ കയ്യിൽ തന്നത്? ഹബീബ് പറയുന്നു, അള്ളാഹുവിന്റെ മര്യാദ അതാണ്. ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിന് വർഗീയ ചിന്തയില്ല, ഇസ്ലാമിൽ ഭീകരതയില്ല. ആ താക്കോൽ ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ കയ്യിലിങ്ങി ഏറ്റുവാങ്ങുന്നു. കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പ് വിശുദ്ധമായ മക്കയിൽ ചെന്നപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കഅബയുടെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുകയാണ്. മലേഷ്യയുടെ പ്രധാനമന്ത്രി കഅബയുടെ വാതിൽ തുറന്നു അകത്തേക്ക് ഇങ്ങനെ കയറിപ്പോയപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, റബ്ബേ,
ഈ പാകിസ്ഥാന്റെയും മലേഷ്യയുടെയൊക്കെ പ്രധാനമന്ത്രിക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഒക്കെ കഅബയുടെ ഉള്ളിൽ കയറാൻ നല്ല സൗകര്യം കിട്ടുന്നുണ്ട്. നമുക്കൊക്കെ എപ്പോഴെങ്കിലും കിട്ടുമോ? ഏതായാലും പ്രധാനമന്ത്രി ഒന്നും ആവില്ലല്ലോ. കഴിയോ? എത്ര ഭാഗ്യാണ്. കഅബയുടെ ഉള്ളിൽ നിസ്കരിച്ചാൽ കൂലി അധികമാണ്. ആ കയറുന്ന സമയം ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ എൻ്റെ കണ്ണിലൂടെ, എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അദ്ദേഹം ഇസ്ലാം മതം അവലംബിച്ചു. മുസ്ലിമാകാനുള്ള കാരണം റസൂലുള്ളാഹിന്റെ ഈ പെരുമാറ്റമാണ്, സ്വഭാവമാണ്. നമ്മുടെ സ്വഭാവം നന്നായാൽ, നമ്മുടെ നടപടി നന്നായാൽ, റമദാനാണ്, ഖുർആന്റെ മഹത്വം പറയുന്ന സദസ്സാണ്. ഈ സദസ്സിൽ നിന്ന് നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ട് പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, സ്നേഹമുള്ള സൗഹാർദ്ദത്തിന്റെ സംസ്കാരം നാം ഏറ്റുപിടിച്ചാൽ തീർച്ചയായും നമ്മളെ പ്രസ്ഥാനത്തിന് ശക്തിയുണ്ടാകും. നമ്മളെ പ്രസ്ഥാനത്തിന്റെ ചൈതന്യം വളരും, ഉയരും. അള്ളാഹു എല്ലാ വിജയങ്ങളും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഉമ്മു സലമത്ത് അവിടെ എത്തി. ഭർത്താവും ഭാര്യയും മദീനയിലാണ് പിന്നെ ജീവിതം. അവിടെ സെറ്റായി. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ പോയി അവിടെ സെറ്റായി. 4 മക്കൾ, ഭർത്താവും ഭാര്യയും 4 മക്കളും, നല്ല കുടുംബം. അബൂ സലമത്തിന് രോഗമായി. രോഗഗ്രസ്തനായി കഴിയുന്ന അബൂ സലമയെ മരണം പിടിച്ചു കൊണ്ടുപോയി. ഉമ്മു സലമ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ആ മക്കളിലേക്ക് ഇങ്ങനെ നോക്കും. അപ്പോഴാണ് ആ മയ്യത്ത് കിടത്തിയ സമയം വീട്ടിന്റെ വരാന്തയിൽ അബൂ സലമത്തിന്റെ മൃതദേഹം ഒരു വെള്ള തുണി കൊണ്ട് പൊതഞ്ഞു വെച്ചിരിക്കുന്നു. നേരത്തെ ഉള്ള ആ തുണി ഒരു കത്രി കൊണ്ട് മുറിച്ച് ഉമ്മു സലമത്തെന്ന ബീവി ആ നേരത്തെയുള്ള ആ വസ്ത്രം മുറിച്ചു മാറ്റി ഒരു പുതിയ വസ്ത്രമെടുത്തിങ്ങനെ മൂടി. അങ്ങനെ നിൽക്കുമ്പോഴേക്ക് വന്നുപോയി സയ്യിദുൽ ബശർ റസൂലുള്ളാഹി. എവിടെ മരണമുണ്ടായാലും ആ മരിച്ച വീട്ടിൽ നബി എത്തും. മരിച്ച വീട്ടിൽ വന്നാൽ നബി ദുആ ചെയ്യും. മയ്യത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ച വീട്ടിൽ മയ്യത്തിന് വേണ്ടി ദുആ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലി അബീ സലമത, പടച്ചവനെ അബൂ സലമക്ക് മാപ്പ് കൊടുക്കണം. എന്തുണ്ട്, ഇവർ തെറ്റൊന്നും ചെയ്തവരല്ല, എന്നാലും പാളിച്ചകൾ ഉണ്ടാകുമല്ലോ. റസൂലുള്ളാഹി ദുആ ചെയ്യുന്നു. എല്ലാം ഇങ്ങനെ ഉമ്മു സലമ നോക്കി നിൽക്കുന്നു. ആ അബൂ സലമയുടെ 2 കണ്ണുകൾ ഹബീബായ നബിതങ്ങൾ ചിമ്മിക്കൊടുക്കുന്നു. വായി തുറന്നു കിടക്കുന്ന വായി അടക്കുന്നു. ഒരു ശീല കൊണ്ട് താടിയും തലയും കൂട്ടിക്കെട്ടുന്നു. കണ്ണ് ചിമ്മിക്കൊടുക്കുന്നു. എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഉമ്മു സലമത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉം വലാകിൻ ലാ തശ്ഉറൂൻ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഒരു മുസീബത്ത് സംഭവിച്ചാൽ, മരണമുണ്ടായാൽ, അപകടമുണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ ചൊല്ലണം. അതിങ്ങനെ ചൊല്ലിക്കോ. ഉമ്മു സലമത്ത് ചൊല്ലി. ഉമ്മു സലമത്തിനോട് ഹബീബായ നബി പറഞ്ഞു, ആ ദിക്ർ നീ പതിവാക്കിയാൽ, ആ മരിച്ച ഭർത്താവിന് ഓർമ്മയിൽ വരുമ്പൊക്കെ ആ ദിക്ർ നീ ചൊല്ലിയാൽ അല്ലാഹു നിനക്ക് നല്ല പകരക്കാരനെ തരുന്നതാണ്. പടച്ചവനെ, എൻ്റെ ഭർത്താവിന് പകരം ആരുണ്ട് എനിക്ക് കിട്ടാൻ? വിധവകളെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവാത്ത അറേബ്യ, ആ അറേബ്യയിൽ ആ പെണ്ണിങ്ങനെ ചൊല്ലുമെന്നല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ ബേജാറാണ്. കാരണം നല്ല യുവതിയാണ്. ആ യുവതിയുടെ ആശ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെന്നാണ്. ആ മക്കളെ നല്ല നിലയിൽ പോറ്റാനും ഭർത്താവ് ഒരു പുരുഷൻ വേണമല്ലോ. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണിന്റെ വേദനയും ബേജാറും ഈ പ്രസംഗം കേൾക്കുന്ന സദസ്സിലെ ഉമ്മമാരോട് നിങ്ങൾ പരിചയക്കാര് ചോദിച്ചു നോക്കൂ. ഈ മാസത്തിന്റെ ഹക്കുകൊണ്ട് അല്ലാഹു നമ്മളെ ഭാര്യമാർക്ക് ആഫിയത്ത് നൽകട്ടെ, മനക്കരുത്ത് നൽകട്ടെ. ഭർത്താക്കളോടൊപ്പം ജീവിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമ്മളെ സ്ത്രീകൾക്ക് നൽകട്ടെ. വിധവകളായ സ്ത്രീകൾക്ക് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഇന്നലെ സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മരിച്ച 4 സഹോദരന്മാരുടെ ഫോട്ടോ പത്രത്തിൽ വായിച്ചില്ലേ? അവരെ ഭാര്യമാര് വീടുകളിൽ നിർവീഴ്പ്പെടുകയാണ്.
ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു ദിക്ർ ചൊല്ലാൻ. ആ ഭാര്യ ചൊല്ലി, കുറേ ചൊല്ലി, റബ്ബിനോട് ദുആ ചെയ്തു. ഒരു സുപ്രഭാതം ആ സുപ്രഭാതത്തിൽ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉമ്മു സലമയോട് ചോദിക്കുന്നു, ഉമ്മു സലമ, എന്റെ ഭാര്യയായി ജീവിക്കാമെങ്കിൽ തന്നെ സ്വീകരിക്കാം. മക്ഫൂലതൻ അബദൻ മിൻഹും ബിഖൈരി അബി വഖൈരി ബഅലിൻ ഫലം തൈതം ഫലം തൈമി. മക്ഫൂലതൻ അബദൻ മിൻഹും ബിഖൈരി അബി വഖൈരി ബഅലിൻ ഫലം തൈതം ഫലം തൈമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഖൈറു ബഅൽ, ഏറ്റവും നല്ല ഭർത്താവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വഖൈറു അബ്, ഏറ്റവും നല്ല ബാപ്പയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടുത്തേക്കാൾ നല്ല വാപ്പയില്ല, അവിടുത്തേക്കാൾ നല്ല ഭർത്താവില്ല. ഭർത്താവ് മരിച്ചുപോയ പെണ്ണിനെ ആരും സ്വീകരിക്കാത്ത കാലഘട്ടത്തിൽ ഉമ്മു സലമത്തിനെ കെട്ടാൻ നബിക്ക് ആശയുള്ളത് കൊണ്ടല്ല. ഈ എല്ലാ സന്തോഷത്തിലും നബിന്റെ കൂടെ ഒരു ഭാര്യയുണ്ട്, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. വേറൊരു പെണ്ണിനെയും ആവശ്യമില്ലാത്ത രൂപത്തിൽ ആയിഷ ബീവിയുണ്ട്. പിന്നെ എന്തിനു കല്യാണം കഴിച്ചു? അത് മറ്റൊന്നുമല്ല, ആ വിധവകളെ രക്ഷിക്കാൻ ആരും തയ്യാറില്ലാത്ത കാലഘട്ടമായതുകൊണ്ട് സ്വീകരിച്ചതാണ്. ആ ഉമ്മു സലമയെ തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തപ്പോൾ ഉമ്മു സലമ അപ്പോഴാണ് പറയുന്നത്, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ദിക്റിന് വലിയ മഹത്വമുണ്ട്. കുട്ടികൾ മരിച്ചിട്ട് അത് ചൊല്ലിയാൽ മഹത്വമുണ്ട്. ഞാൻ ഈ സംഭവം നിങ്ങളോട് പറയുന്നത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉമ്മു സലമ പോയതെന്തിനു വേണ്ടിയാണ്? മക്കയിൽ ജീവിച്ചാൽ സംസ്കാരം മാറും. ഗൾഫിൽ 10 കൊല്ലം ജീവിച്ചു ഇനിയും അവിടെ നിന്നാൽ നാട്ടിലുള്ള സംസ്കാരമൊക്കെ മറന്നുപോകും. അതുകൊണ്ട് ആ ഗൾഫിലെ താമസം കംപ്ലീറ്റ് മാറ്റി വീണ്ടും കൊണ്ടോട്ടിയിലേക്ക് വരികയാണ്. നമ്മളെ നാട്, തറാവീഹ് നടക്കുന്ന നാട്, നമ്മളെ നാട്, ആ പള്ളി, ആ അന്തരീക്ഷം എത്ര ഭക്തിയാണ് കൂട്ടുകാരെ. അത് വിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അത് വിട്ടുപോയവർ തിരിച്ചു വരികയാണ്. അസ്ഹാബുൽ കഹ്ഫ് പഠിപ്പിക്കുന്ന മാതൃക അതാണ്. വല്ലുസിലത്തുൽ ഔലാ ഇദാ ഫസദ സമൻ വല്ലുസിലത്തുൽ ഔലാ ഇദാ ഫസദ സമൻ ഔ ഖാഫ മിൻ ബിതനിൻ ബിദീനിൻ മുബ്തലാ. കേട് വന്നു എന്ന് കണ്ടാൽ ആ നാട്ടിൽ നിന്ന് മാറണം, കേടുവരുന്ന ചുറ്റുപാടുകളിൽ നിന്ന് മാറണം. എന്നാൽ ഒരു കാര്യം ആരും മറക്കരുത്, വല്ലിഖ്തിലാതു ബി നാസിനാ ഫീ ജുംഇഹിം കൊണ്ടോട്ടിയിലെ ഒരു സഹോദരൻ 2 ആഴ്ചയായി കാണുന്നില്ല ഇവിടെ. ഭാര്യ എങ്ങനെ ചോദിക്കൂ, ഉസ്താദെ നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ട് എന്നാണ് ഇവിടുന്ന് പറയാറുള്ളത്. ഇപ്പോൾ കാണുന്നില്ല, ഒരു വിവരമില്ല. വല്ല വിവരമുണ്ടോ? ഒരു മൊബൈൽ ഉണ്ട്, അത് അടിച്ചിട്ട് എടുക്കുന്നില്ല. ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം തന്നെ അതിനു വേണ്ടിയാണ് ഒരു പക്ഷേ അള്ളാഹ് കണക്കാക്കിയത്, വീണു പോകാനും നമ്പർ മാറാനും മാറ്റാനും ഒക്കെ. എവിടെയും പോയി കൂടുകയും ചെയ്യുക, എവിടെയും കൂടാതിരിക്കുകയും ചെയ്യുക, എപ്പോഴും ഫോൺ നഷ്ടപ്പെടാം. അങ്ങനെയൊക്കെയാണ് അതിന്റെ സ്വഭാവം. ഒരു വിവരവുമില്ല. പിന്നെ വിവരം കിട്ടി, നാട്ടിലെ ചുറ്റുപാട് മോശമായതുകൊണ്ട് നാട് വിട്ട് ഇപ്പൊ ഒരു ചെറിയ ഷെയ്ഖ്, ഒരു വ്യാജ ഷെയ്ഖിന്റെ സമീപത്ത് പോയിട്ട് കൂടിയതാ, നന്നാവാൻ പോയതാ. അസ്ഹാബുൽ കഹ്ഫ് പോയതുപോലെ പോയതാ. അവിടെയാണ് അബ്ദുല്ലാഹിൽ മുബാറക് പറയുന്നു, എടോ നീ കാട്ടിലേക്ക് പോയിട്ടൊന്നും നന്നാവുകയില്ല. നിനക്ക് നന്നാവാനുള്ള മാർഗം വല്ലിഖ്തിലാതു ബിനാസിനാ ഫീ ജുംഇഹിം വജമഅത്തിന്നൗന വിദാലിക ഫുളിലാ. നമ്മളെ നാട്ടിലെ ജുമയിലും നമ്മളെ നാട്ടിലെ ആ ജമാഅത്തില്ല, ആ ജമാഅത്തിലൊക്കെ നീ പതിവായി പങ്കെടുത്തുകൊണ്ടുള്ള സംസ്കാരമല്ലാതെ, ഈ കൂടിക്കലർന്നുള്ള ജീവിതമല്ലാതെ നീ ഗുഹയിലേക്ക് പോയിട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ പരിചയമില്ലാത്ത ഏതോ ഷെയ്ഖിന്റെ അടുത്ത് നന്നാവാനൊന്നും പോകണ്ട. നന്നാകാൻ പറ്റിയ ഒരു നാട്ടിലുണ്ട്, ജുമഅക്ക് വരുന്നവരിലുണ്ട്, ജമാഅത്തിന് പങ്കെടുക്കുന്നവരുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, മരിച്ചുപോയ ആളുകളുമായി കൂടുതൽ ബന്ധപ്പെട്ടാൽ വേഗം നന്നാവാം. മരിച്ചവര് നമ്മെ വഞ്ചിക്കുകയില്ല, അവര് ചതിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഹാജാ മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അജ്മീരിലെ ഷെയ്ഖിനെ കാണാൻ വേണ്ടി, സിയാറത്തിന് വേണ്ടി ഇവിടുന്ന് ഒരാൾ പോയി ഒരാഴ്ച അവിടെ താമസിച്ചു.
ഹാജ നമ്മളെ ചതിക്കൂല. അത് വ്യാജ ശൈഖല്ല, അത് ശരിക്കുള്ള ശൈഖാണ്. ഗൗസുൽ ആദം തങ്ങൾ താമസിക്കുന്ന ബഗ്ദാദിലേക്കൊരു ട്രിപ്പ് നല്ലതാണ്, പോരാ. ഏറ്റവും കൂടുതൽ നന്നാവാൻ ആശയുണ്ടെങ്കിൽ നീ മദീനയിലേക്ക് പോയിക്കോ. ആ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ ഇരുന്നു കൊണ്ടല്ലേ സഹീഹുൽ ബുഖാരിയുടെ തുടക്കം കുറിച്ചത്. അവിടെ വെച്ചല്ലേ ബുഖാരി ആരംഭിച്ചത്. ആ സ്ഥലത്ത് പോയാൽ അവിടെ ഒരാഴ്ച അങ്ങ് താമസിച്ചാൽ നിന്റെ മനസ്സിന്റെ മുഴുവൻ ബേജാറും തീർന്നു പോകും, മുഴുവൻ സങ്കടവും തീർന്നു പോകും. സിദ്ദീഖുൽ അക്ബർ, ഉമർ ഇബ്നുൽ ഖത്താബ്, അലി ഇബ്നു അബി ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തുടങ്ങിയ മുഴുവൻ മഹാന്മാരും നന്നായത് അവിടെയാണ്. നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം നാടായ മിസ്റിൽ നിന്ന് മദീനയിലേക്ക് പോയ ചരിത്രം നിങ്ങൾ കേട്ടതാണല്ലോ. മദീനയിലെത്തിയപ്പോൾ മാലിക് ഇമാമിന്റെ ദർസ് അവിടെ നടക്കുന്നു. അതാ ഒരു വെടിക്ക് രണ്ടു പക്ഷി, സിയാറത്തും കിട്ടി, ഇൽമും കിട്ടി. മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന ആ വലിയ ദർസിൽ നഫീസത്ത് ബീവിക്കൊരാഗ്രഹം ദർസ് കേൾക്കാൻ. പക്ഷേ മാലിക് ഇമാം അന്യപുരുഷനാണ്. ഒരു സദസ്സിൽ മാലിക് ഇമാമിന്റെ കൂടെ നഫീസത്ത് ബീവിക്ക് ഇരിക്കാൻ പാടില്ലല്ലോ, കാണാനും പാടില്ല, തൊടാനും പാടില്ലാത്തത് കൊണ്ട് മാലിക് ഇമാമിന്റെ മജ്‌ലിസിൽ അതാ ഒരു മറ കെട്ടുന്നു. ആ മറയുടെ ഇപ്പുറത്ത് വെച്ച് നഫീസത്ത് ബീവി ഇൽമു പഠിക്കുകയാണ്. ആ ഇൽമു പഠിച്ച് സിയാറത്തും ചെയ്ത് പിന്നെ കുറെ ക്യാമ്പ് ചെയ്ത് അവിടുന്ന് തിരിച്ച് അതാ വീണ്ടും പോവുകയാണ്. ഉതി പകലൊക്കെയും നൽ നോമ്പതും പൂതിത്തേ, ഉറങ്ങിടാതെ രാവിൽ നിന്ത് തൊഴുതിടും സദത്തെ. രാത്രിയിൽ മുഴുവനും തഹജ്ജുദും നിസ്കാരവും, പകലാവട്ടെ ഖുർആൻ പാരായണവും നോമ്പും. ഇങ്ങനെ ജീവിച്ച നഫീസത്തുൽ മിസ്രിയയുടെ വിജയം മുഴുവനും ഉണ്ടായത് മദീനയിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ആകർഷകമായി നമ്മളിവിടെ പ്രതിപാദിക്കുമ്പോൾ നാട്ടിലെ സാഹചര്യം ദുഷിച്ചിരിക്കുന്നു, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഗുഹയിലേക്കോ പരിചയമില്ലാത്ത ക്യാമ്പുകളിലേക്കോ സ്വാലിഹീങ്ങളെയും ആലിമീങ്ങളെയും തള്ളിപ്പറയുന്ന താവളങ്ങളിലേക്കോ ആവരുത് നമ്മുടെ യാത്ര. സ്വബ്രൻ അലാ കുല്ലി ലദാ ലാ യഗ്ലിബു ഫീ ളന്നി ഇസ്യാനുഹു ബിമഹാഫില. ഇത് നാദിറുൻ ഹഖൻ ഖുലൂ മഹാഫിലി അൻ ഹൗബത്തിൻ ഫൻദുർ ലിനഫ്സിക ആഖില. ജംദി മഹ്ദൂം പറയാണ്, ആ മീറ്റിങ്ങിൽ ആ പരിപാടിക്ക് ഈ പോയിരുന്നു അല്ലേ? ഞാൻ പിന്നെ അറിയാൻ പോയതാണ്, എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അറിയാൻ പോയി എന്നല്ലാതെ പഠിക്കാൻ പോയതല്ല ഉസ്താദേ. സൈനുദ്ദീൻ മഹ്ദൂം പറയുന്നു, നീ അറിയാനാണെന്ന് പറഞ്ഞുകൊണ്ടായാലും ശരി, ചില സദസ്സുകളിലേക്ക് നീ പോകാൻ പാടില്ല. കാരണം ആ സദസ്സിൽ നല്ല ആളുകളെ ആക്ഷേപിക്കുകയും ഔലിയാക്കളെ ചീത്ത പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവന്റെ മജ്‌ലിസിൽ, ആ സദസ്സിൽ നീ പോയി ഇരുന്നാൽ നീ കേടുവരികയാണ് ചെയ്യുക. അതുകൊണ്ട് അത്തരം സദസ്സുകളിൽ പോകാതെ നീ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? സ്വാലിഹീങ്ങൾ ഉള്ള, മഹാന്മാർ ഉള്ള നല്ല മജ്‌ലിസുകളിലേക്ക് പോവുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വളരെ വിശദമായ കാര്യം പറഞ്ഞു. പള്ളിയിലേക്കും നല്ല സദസ്സുകളിലേക്കും അഭയം പ്രാപിച്ചുകൊണ്ടായിരിക്കണം സത്യവിശ്വാസികൾ വിഷമമുള്ള ഘട്ടങ്ങളിൽ സത്യം തേടാൻ ശ്രമിക്കേണ്ടതും പോകേണ്ടതും. കരുണാവാരിധിയായ റബ്ബ് അവന്റെ പൊരുത്തമുള്ള മഹാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അസ്ഹാബുൽ കഹ്ഫിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഹഖിനോട് നമുക്ക് സ്നേഹത്തെ ഏറ്റിത്തരട്ടെ. നമ്മുടെ സുഹൃത്തുക്കൾ മോശക്കാരാണ് എങ്കിൽ അവരെ കൂടി നന്നാക്കിയെടുക്കാനുള്ള വഴികൾ അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ.